ധ്യാനത്തിൽ 4 സെഗ്മെന്റുകൾ. 1 ചോദ്യ ഉത്തരവേള, 2 സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഒരു പരിശോധന, 3 പരീക്ഷ, 4 സന്ദേശം. ചോദ്യോത്തരവേള സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്ത്യാനികൾ സുവിശേഷത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ആണോ? ആണ്. ഞായറാഴ്ച ആരാധനകളിൽ സാധാരണ, ഇവിടെയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ, പഴയ നിയമം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കും, ലേഖനം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കും, സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കും. അത്യാവശ്യമുള്ളവർക്ക് ആ സമയത്ത് പോകാം. അത്യാവശ്യമുള്ളവർക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കലല്ല സുവിശേഷം വായിക്കുമ്പോൾ നിൽക്കുന്നത്. സുവിശേഷത്തോടുകൂടെയുള്ള നമ്മുടെ ആദരവാണ്, അല്ലേ? ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്തം പോലെയാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഈ 58ാമത് സഭാദിനാഘോഷം നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി നിങ്ങൾ ഈ സുവിശേഷ മഹായോഗങ്ങൾ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാണുന്നുണ്ടോ? നമ്മുടെ സഭയിൽ ഈ 58ാമത് ഈ സുവിശേഷ മഹായോഗമാണോ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്? ഇതിൽ നാളത്തെ സ്നേഹസദ്യയാണോ? ആൾ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? സ്നേഹസദ്യക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്, അല്ല? ബാക്കി ആൾക്കാരൊക്കെ എവിടെ? അവർ വരും, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ സുവിശേഷത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്താണ് സുവിശേഷം? എല്ലാവരും ഇത് ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. എന്താണ് സുവിശേഷം? സുവിശേഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സുവിശേഷം ക്രിസ്ത്യാനിക്ക് പ്രാണവായു പോലെയാണ്. ചോദ്യം 1: എന്താണ് സുവിശേഷം? ആർക്കെങ്കിലും പറയാമോ? ഗ്രേസി അമ്മച്ചി അല്ലേ? എസ്ലി അമ്മച്ചി. എന്തായാലും അമ്മച്ചി, എസ്ലി അമ്മച്ചി, എന്താണ് സുവിശേഷം? പറ. കേട്ടില്ല. യേശു പറഞ്ഞ വചനങ്ങളാണ് സുവിശേഷം, ആണോ? സത്യം പറഞ്ഞാൽ ഈ പള്ളിയിൽ 5 വർഷം ഇരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. കാരണം എന്ത് സൈലൻ്റാണ് ജനം, ഒന്നും മിണ്ടത്തില്ല. ഇത്രയും ശാന്തമായ ഒരു ആണോ? അങ്ങനെയാണോ ശരിക്കും നിങ്ങൾ? ഇന്നലെ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത്, അരുണച്ഛൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്താണ് സുവിശേഷം? യേശു പറഞ്ഞ വാക്കുകളാണ് സുവിശേഷം. ഓക്കെ, നല്ലതാണ്. വേറെ ഏതെങ്കിലും ഡെഫിനിഷൻ? സദ്വാർത്ത, നല്ല വാർത്ത. എൻ്റെ സുഹൃത്ത് പറഞ്ഞു നല്ല വാർത്ത. ഈ നമ്മൾ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ ബൈബിളിൽ നിന്ന് പറയും വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. അങ്ങനെയെങ്കിൽ ബൈബിളിൽ നിന്ന് ഒരു വാക്യമെടുത്ത് ഒരു ഡെഫിനിഷനിലൂടെ പറയാൻ പറ്റുമോ എന്താണ് സുവിശേഷം? ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്താണ് സുവിശേഷം? ഞാൻ പറയാം, നിങ്ങൾ പഠിക്കണം. 2 തിമത്തിയോസ് 2:8. എൻ്റെ കൂടെ പറ. 2 തിമത്തിയോസ്. കുറച്ചുകൂടെ പതുക്കെ പറ. 2 തിമത്തിയോസ്. അയ്യോ, ഇത്ര ശബ്ദം പോണ്ട, പതുക്കെ പറഞ്ഞേ. 2 തിമത്തിയോസ്. സഹോദരങ്ങളെ ഒന്ന് ഉറച്ചു പറ. 2 തിമത്തിയോസ്. ഉറച്ച്. 2 തിമത്തിയോസ് 2:8. ദാവീദിൻ്റെ, എനിക്ക് കേട്ടൂടാ, ദാവീദിൻ്റെ പോരാ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന എൻ്റെ യേശുവിനെ ഞാൻ ഓർക്കുന്നതാണ് സുവിശേഷം. 2 തിമത്തിയോസ് 2:8. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന എൻ്റെ യേശുവിനെ ഞാൻ ഓർക്കുന്നതാണ് സുവിശേഷം. പറഞ്ഞേ, ദാവീദിൻ്റെ സന്തതിയായി. ഉറങ്ങി വീടരുതേ. ദാവീദിൻ്റെ സന്തതിയായി. കുറച്ചുകൂടെ ഉറച്ചു പറ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എൻ്റെ യേശുവിനെ ഞാൻ ഓർക്കുന്നതാണ് സുവിശേഷം. ആർക്ക് പറയാം?
ആർക്ക് പറയാം? പറ, കേൾക്കട്ടെ. ഇരുന്ന് പറഞ്ഞാൽ മതി, സാറും പിള്ളേരൊന്നും അല്ലല്ലോ. സുവിശേഷം നമ്മൾ പഠിച്ചു. എന്താണ് സുവിശേഷം? പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, യേശു ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു. എല്ലാവരും മരിക്കും പോലെ യേശുവും മരിച്ചു, കല്ലറയിൽ കിടക്കുകയല്ല. ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സദ്വാർത്തയാണ് സുവിശേഷം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം, ഒരു ഉത്തരം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയെങ്കിലും പഠിച്ചില്ലേ ഇന്ന്? ഇത്രയും മതി സ്നാനത്തിനൊക്കെ. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആര്? 58ാമത് സഭാദിന കൺവെൻഷനിൽ ഈ ബലഹീനനായ എനിക്ക് നിങ്ങളോട് സുവിശേഷം പറയാൻ ദൈവം ഒരു അവസരം തന്നു. ഇതുപോലെ ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആര്? ബേക്കിൽ 2 പിള്ളേരിരുന്ന് എന്തൊക്കെയോ പറയുകയാണ്. ഇതിനെക്കുറിച്ച് തന്നെയാണോ പറയുന്നത്? വേറെ വല്ല കാര്യങ്ങളാണോ? നിങ്ങൾ തന്നെ. ആരാ ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി? യേശു. യേശു ഒരു ദിവസം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ജനിച്ചു, ഞാൻ മരിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. തന്നെ അല്ല. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആര്? യൂദ. ദൂതൻ. നിങ്ങൾ മനസ്സിലാക്കണം, വഴിതെറ്റിക്കാൻ പല സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ വാക്യം പറഞ്ഞത്. വ്യക്തി ആര്? വ്യക്തിയാണോ ദൂതൻ? അല്ല. സാത്താൻ അലറുന്ന സിംഹം പോലെ നടക്കുമെന്ന. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവുമായി ചേർന്ന് ജീവിച്ചൊരു സ്ത്രീയാണ്. ആര്? മറിയ. യേശുവിൻ്റെ അമ്മ. ആ മറിയയാണോ? അല്ല. പിന്നെ എന്തിനാ യേശുവിൻ്റെ അമ്മ മറിയ എന്ന് പറഞ്ഞത്? യേശുവിൻ്റെ അമ്മ മറിയ അല്ല. സംശയമുണ്ടോ നിങ്ങൾക്ക്? എല്ലാം പ്രശ്നമാണ്. മഗ്ദലനക്കാരത്തി മറിയ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ മഗ്ദലന മറിയം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ആദ്യത്തെ സുവിശേഷ പ്രസംഗം. ഇന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: യേശു ജീവിക്കുന്നു. ഇതാണ് സുവിശേഷം. യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ അപ്പുറം സുവിശേഷമൊന്നുമില്ല. 2 ചോദ്യങ്ങൾ, 2 ഉത്തരങ്ങൾ. ഞാനിനി ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറ. എന്താണ് സുവിശേഷം? സെക്രട്ടറി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇന്നലെ പ്രാർത്ഥന എന്ത് ശബ്ദം ഉണ്ടായിരുന്നെന്നറിയോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർക്കുക, അതാണ് എൻ്റെ സുവിശേഷം. 2 തിമോത്തിയോസ് 2:8. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി, വേദഭാഗം യോഹന്നാൻ 20-ാം അധ്യായം. ആരായിരുന്നു മഗ്ദലന മറിയം? എല്ലാവർക്കും ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും ഒരു കഴിഞ്ഞ കാലമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എനിക്കും ഉണ്ട് കേട്ടോ ഒരു ഫ്ലാഷ് ബാക്ക്. അതറിയണമെങ്കിൽ എൻ്റെ നാട്ടിൽ പോയി തിരക്കണം. തിരക്കരുത്, തിരക്കിയാൽ വിളിക്കത്തില്ല നിങ്ങൾ ഇങ്ങോട്ട്. അച്ഛൻ ഉള്ളതിൽ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ മഗ്ദലന മറിയത്തിനും ഒരു കഴിഞ്ഞ കാലമുണ്ട്. ആരാണ് മഗ്ദലന മറിയം? പാപിയായ, പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇതാ പറ, പിന്നെ എന്താ? ആരാണ് മഗ്ദലന മറിയം? 58 വർഷം ദൈവവചനത്തിൻ്റെ കുടക്കീഴിൽ അമർന്നിരുന്നു കൊണ്ട് കാഞ്ഞിരന്തോട്ടം സഭ. ആരായിരുന്നു മഗ്ദലന മറിയം? സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും ഞാൻ തിരിച്ച് സ്വീകരിക്കട്ടെ.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം ഒരാൾ ഉറച്ചു വായിക്കുക. അവിടെ ഉണ്ട് ആരാണ് മഗ്ദലന മറിയം. ലൂക്കോസ് 8:2. ഇനി നമുക്കറിയേണ്ടത് ഈ ലൂക്കോസ് ഇവിടെ കിടക്കുന്നെന്നുള്ളതാണ്. ഉൽപ്പത്തി കഴിഞ്ഞിട്ട് അടുത്ത അധ്യായമാണ് ലൂക്കോസ്. അല്ല, അടുത്ത സങ്കീർത്തനം കഴിഞ്ഞിട്ടാണ്, തെറ്റിപ്പോകരുത്. 7 ഭൂതം പിടിച്ച ഒരുവളാണ് മഗ്ദലന മറിയം. സാധാരണ ആരാണ് മഗ്ദലന മറിയം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാവിൽ വരുന്ന ഒരു വാക്ക് പാപിയായ സ്ത്രീ എന്നാണ്. പക്ഷേ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു ഭാഗങ്ങളിലും മഗ്ദലന മറിയത്തെ പാപിയായി ചിത്രീകരിക്കുന്നില്ല. ഈ പാപിയായ മഗ്ദലന മറിയം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചത് വള്ളത്തോൾ കവിത എഴുതിയപ്പോൾ വള്ളത്തോളിൻ്റെ കവിതയിൽ എഴുതി പിടിപ്പിച്ചൊരു വേദഭാഗമാണ് പാപിയായ മഗ്ദലന മറിയം. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നമ്മളും അത് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ, നമ്മളും പറയാൻ തുടങ്ങി പാപിയായ മഗ്ദലന മറിയം. വേദപുസ്തകം പറയുന്നത് 7 ഭൂതങ്ങൾ പിടിച്ച സ്ത്രീ. 3 ചോദ്യം 3 ഉത്തരം. എന്താണ് സുവിശേഷം? പറയണം കേട്ടോ, എന്നാൽ ഇത് കാണാതെ പഠിക്കത്തുള്ളൂ. നമുക്ക് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. എഴുതുകയോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞ് 2 തിമോത്തിയോസ് 2:8 ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർക്കുക, അതാണ് എൻ്റെ സുവിശേഷം. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി മഗ്ദലന മറിയം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആരായിരുന്നു മഗ്ദലന മറിയം? ലൂക്കോസ് സുവിശേഷം 8:2 7 ഭൂതം പിടിച്ചവൾ. ഇനി ജനറലായിട്ടൊരു ചോദ്യം, അതിന് നിങ്ങൾ ഉത്തരം പറയുമായിരിക്കും. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഈ ശാസ്ത്രീയ ലോകത്ത് ഞാൻ ചോദിക്കുകയാണ്, ഭൂതം ഉണ്ടോ? ഇല്ല. ഭൂതത്തെ പേടിയുണ്ടോ? രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് ഒരാവശ്യത്തിന് വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങേണ്ടി വന്നാൽ, നമ്മൾ മരിച്ചാലും ഇറങ്ങത്തില്ല, അത് വേറൊരു കാര്യം, വാഴ ഇല ഒന്ന് അനങ്ങി നോക്കണം. കുടുംബോട് സഭ ഇതിൻ്റെ അടുത്താണ് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഇന്നത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞാൻ ഈ ചോദ്യം ആ സഭയിൽ ചോദിച്ചു. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സഭയാണ് കുടുംബോട് സഭ. എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, എനിക്ക് വളരെ പരിചിതമായൊരു പെൺകുട്ടി, അവൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? അവൾ എൻ്റെ മുമ്പ് അതൊന്ന് ഉത്തരം പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ മൈക്കും വെച്ചോണ്ട് നിൽക്കുകയല്ലേ, ഇനി ആരെ കാണാനാ? സുഖിച്ചേ. ഞാൻ പറയും, ഭൂതം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. എല്ലാ രോഗങ്ങൾക്കും ചില ലക്ഷണങ്ങളുണ്ട്. ഉണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന COVID-19 ലക്ഷണമുണ്ട്. എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്? പനി വരും, ശ്വാസതടസ്സം വരും, സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. അപ്പൊ എല്ലാ രോഗങ്ങൾക്കും സിംറ്റംസ് ഉള്ളതുപോലെ ഭൂതം പിടിച്ചാലും ചില ലക്ഷണങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ 2-ാമത്തെ സെഗ്മെന്റിൽ കടന്നു പരിശോധിക്കാൻ പോവുകയാണ്, നമുക്ക് ഈ അസുഖമുണ്ടോ ഇല്ലയോ. 1-ാമത്തെ ചോദ്യോത്തരവേള തീർന്നു. ഇനി ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. 3 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1, എന്താണ് സുവിശേഷം? നിങ്ങൾ എൻ്റെ അടുത്ത് ഉറച്ചുത്തരം പറയാമോ? ദാവീദിൻ്റെ ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആരായിരുന്നു അവൾ? ഭൂതം പിടിച്ചാൽ ചില ലക്ഷണങ്ങൾ എന്തൊക്കെ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവനവനിലേക്ക് നോക്കണം. എൻ്റെ ഭർത്താവിന് ഭൂതമുണ്ടോ എന്ന് നോക്കരുത്. നമ്മൾ അങ്ങനെയാണ്, നമ്മളെല്ലാം മിടുക്കന്മാർ. മറ്റുള്ളവർക്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. എൻ്റെ മക്കൾക്കുണ്ടോ എന്ന് നോക്കരുത്, എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കരുത്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം എനിക്കുണ്ടെങ്കിൽ ഈ അസുഖം എനിക്കുണ്ട് എന്നർത്ഥം. നമുക്ക് ധ്യാനിക്കാം. ഈ ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. 5 ലക്ഷണങ്ങൾ. ഭൂതം പിടിച്ചാൽ
5 ലക്ഷണങ്ങൾ. ഒന്ന് വായിക്കാമോ? ഉറച്ചു വായിക്കണേ. വിശുദ്ധ മർക്കോസ് 5:1 മുതൽ വായിച്ചേ. ഗ്രൂപ്പ് സോങ് ആയിട്ട് വായിക്കരുത്, ഓരോ ആൾക്കാരായിട്ട് വായിച്ചേ. ഇനി ആരും വായിക്കൂല. ഒന്നാമത്തെ ലക്ഷണം, കല്ലറയിൽ വസിക്കുന്നവന് ഭൂതമുണ്ട്. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, കല്ലറയിൽ വസിക്കുന്നവന് ഭൂതമുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ കല്ലറയിൽ വസിക്കുന്നത്? ഈ ലോകത്തിൽ 2 തരത്തിൽ മനുഷ്യനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആരൊക്കെ ഈ ലോകത്തിൽ 2 തരത്തിലാണ് മനുഷ്യൻ? ഒന്ന്, ആണും പെണ്ണും 2 ആണോ 1 ആണോ? പെട്ടെന്ന് പറയണം. ആണും പെണ്ണും 2 ആണോ 1 ആണോ? ജെൻഡർ ഈക്വാലിറ്റി, സമത്വം. ഈ ലോകത്ത് ആണും പെണ്ണും അല്ല. ഈ ലോകത്ത് 2 മനുഷ്യരെ ഉള്ള. ഒന്ന് ജീവിച്ചിരിക്കുന്നവനും, 2 മരിച്ചവനും. ജീവിച്ചിരിക്കുന്ന ആരെയും നമ്മൾ കല്ലറയിൽ കൊണ്ട് വെക്കാറില്ല. ആഗ്രഹമുണ്ട്, ചില മരുമക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് വെക്കണമെന്ന്, പക്ഷെ വെക്കാറില്ല. മരിച്ചവർ വസിക്കുന്ന ഇടമാണ് കല്ലറ. ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. മരിച്ചുപോയ മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ ഞാൻ 2ആയി തരംതിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവൻ. നമുക്ക് മരിച്ചവരെ അങ്ങ് വിടാം. ജീവിച്ചിരിക്കുന്ന 2 ടൈപ്പ് മനുഷ്യൻ. ജീവിച്ചിരിക്കുമ്പോൾ അവന് ജീവനുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനുമാണ്. ആരാണ് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവൻ? ഇത് ചുമന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത് വായിച്ച് ഗ്രഹിച്ച് ഇതനുസരിച്ച് ജീവിക്കുന്നവൻ ജീവനുള്ളവൻ. ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി തമ്പുരാനെ ആത്മാർത്ഥമായി നിലവിളിക്കുന്നവൻ ജീവനുള്ളവൻ. ജീവിതത്തിൽ ഭാരം വരും, രോഗം വരും, പ്രതിസന്ധി വരും, കഷ്ടത വരും, കണ്ണുനീര് വരും. അതിൻ്റെ നടുവിൽ 1 ഇഞ്ച് തളർന്നു പോകാതെ എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ കൈ മുറുകെ പിടിക്കുന്നവൻ ജീവനുള്ളവൻ. കുറച്ചുകൂടെ ഞാനത് സഭ്യമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കട്ടെ. സന്ധ്യപ്രാർത്ഥനയുള്ള ഭവനം, ജീവനുള്ള ഭവനം ഇന്ന് ഏത് വീട്ടിലുണ്ട്? രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുട്ടുകളമടക്കി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്നവൻ ജീവനുള്ളവൻ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കടവരാന്തയിലിരുന്ന് സ്വറ പറഞ്ഞ് ചിരിക്കുന്ന പിതാവ് ചത്തുപോയവൻ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് TV-യിൽ കൂട്ടക്കരച്ചിലാണ്. അവിടെയും കരച്ചിൽ, ഇവിടെയും കരച്ചിൽ, ഏങ്ങി കരയുകയാണ്. ഇന്നും മാറിയിട്ടില്ല. 2025 ആയിട്ടും ഈ സീരിയലിൻ്റെ ജ്വരം മാറാത്ത ഒരു വിഭാഗം അമ്മമാർ. മരിച്ചുപോയവൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലും വലിയൊരു തേപ്പ് പെട്ടി പോലെ ഒരു സാധനമുണ്ട്. എനിക്കുമുണ്ട് ഒരു മൊബൈൽ ഫോൺ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നവൻ. എൻ്റെ നാട് വ്രാലിയ, തൊട്ടടുത്ത നാടാ. ഞാനൊരിക്കൽ മിഷൻ വയലിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഞായറാഴ്ച 3 മണിക്കാണ് ആരാധന. രാവിലെ അല്ല, ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ആരാധന. അങ്ങനെ ഞാൻ രാവിലെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മൊബൈലിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഞായറാഴ്ച രാവിലെ ഒരു 9 മണി സമയം. ചേട്ടാ സുഖമാണോ? നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ഒരു അനുജൻ ചെക്കനാ. അവൻ എനിക്ക് മെസ്സേജ് അയച്ചടാ, ചേട്ടാ സുഖമാണോ? ഞാൻ തിരിച്ച് സുഖമാണടാ. ചേട്ടാ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. വ്രാലിയിലിരിക്കുന്ന എൻ്റെ അനുജൻ ചെക്കനും മിഷൻ വയലിൽ കിടക്കുന്ന ഞാനും തമ്മിൽ അങ്ങോട്ട് ചാറ്റാൻ തുടങ്ങി. അവൻ ഇങ്ങോട്ട് ചാറ്റുന്നു, ഞാൻ അങ്ങോട്ട് ചാറ്റുന്നു. ചാറ്റി ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ എനിക്കൊരു ബോധം വന്നു. ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇന്ന് ഞായറാഴ്ചയല്ലേടാ? അവൻ അടുത്ത ഉത്തരം, അതേ ചേട്ടാ. അടുത്ത് ഞാൻ വീണ്ടും ചോദിച്ചു, എടാ നീ ഇന്ന് പള്ളിയിൽ പോയില്ലേടാ? എൻ്റെ അടുത്ത ഉത്തരം, ഞാൻ പോയി ചേട്ടാ. എടാ നീ ഇപ്പം എവിടെയാണടാ? ഞാൻ പള്ളിയിലാണ് ചേട്ടാ. പള്ളിയിലിപ്പോൾ എന്താണടാ? ചേട്ടാ ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചേട്ടാ. അവൻ അച്ഛൻ ഇവിടെ തൊണ്ട കീറി പ്രാർത്ഥിക്കുന്നു. അവൻ ബെഞ്ചിൻ്റെ അടിയിലിരുന്ന്
അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തെ നീ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ നീ കേട്ടിട്ടുണ്ട്, ദൈവത്തെ നീ വായിച്ചിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ദൈവത്തെ ഒരു മനുഷ്യൻ രുചിച്ചറിയണം. പഞ്ചസാര കണ്ടിട്ടുണ്ടോ? അടുക്കളയിൽ കയറാറുണ്ടോ? ഉണ്ട്, നല്ലതാ. പഞ്ചസാര കയ്പാണോ മധുരമാണോ? മധുരം തന്നെ. 1000 രൂപ ഞാൻ തരാം, മാറ്റി പറയോ? ഇല്ല. ചിലരുണ്ട് കേട്ടോ, 1000 എന്ന് കേട്ടാൽ പിന്നെ തീർന്നു. എന്തുകൊണ്ട് പറയത്തില്ല? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ലോകം മുഴുവനും ദൈവമില്ല എന്ന് പറയുമ്പോഴും സഹോദര, നെഞ്ചും പിടർത്തി നിന്ന് എന്നെ സഹായിച്ച ഒരു ദൈവമുണ്ടെന്ന് നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നീ ഈ നിമിഷം വരെ ഈ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ എനിക്കും നിനക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. ഭയങ്കര പാട്ടാണ്, ആത്മാവിൽ നിറഞ്ഞ പാടയാണ്. ചില ആൾക്കാർ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് കാണാം. എന്തിനാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മുകളിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ചില ആൾക്കാർക്ക് വൈബ്രേഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാർക്കിൻസൺസ് അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈബ്രേഷൻ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അതാണോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അഷ്ടഭാഗ്യങ്ങൾ, ഭാഗ്യവചനങ്ങളിൽ മനോഹരമായൊരു വാക്യം കണ്ട, സത്യം. അല്ലാതെ ആരും നടത്താൻ വേണ്ടി ചെയ്തതല്ല. ഹൃദയശുദ്ധിയുള്ളവർ, ബാക്കി നിങ്ങൾ പറയണേ, ഹൃദയശുദ്ധിയുള്ളവർ, ഉറച്ചു പറ, അവർ. നമുക്ക് ദൈവത്തെ കാണാൻ എന്ത് വേണം? അപ്പൊ ഹൃദയശുദ്ധി ഇല്ലാത്തവർ, നിങ്ങൾ തന്നെ പറ ബാക്കി. നിർഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുകയില്ല. അങ്ങനെ വായിച്ചൂടെ? അത് വായിക്കണം. ദൈവത്തെ മുഖാമുഖമായി കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ വ്യക്തികളെയാണ് ജീവിക്കുന്ന മക്കളെന്ന് പറയുന്നത്. ഈ ജീവിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ഒരു നദി മനസ്സിൽ സങ്കല്പിക്കണേ എല്ലാവരും. മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ഒരു നദി മനസ്സിൽ സങ്കല്പിക്കേ. ഈ മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ഈ നദിയുടെ മധ്യഭാഗത്ത്, മദ്യമെന്ന് പറയുമ്പോൾ ഇനി വേറെ ചിന്തയിലൊന്നും പോകരുത്, നടുക്ക് ഒരു ചത്ത മീന് പിടിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? ഒഴുക്കിൻ്റെ കൂടെ മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ഒരു നദിയുടെ മധ്യഭാഗത്ത് ഒരു ജീവനുള്ള മീന് പിടിച്ചിട്ടാലോ? ഞങ്ങൾ ഇട്ട് നോക്കിയിട്ടില്ല, ഇട്ട് നോക്ക്. ഒന്ന് പിടച്ചിട്ട് ഒഴുക്കിന് എതിരായിട്ട് അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവും ഇല്ലെനിക്ക്. കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു ഭയവുമില്ല. അവനാണ് ദൈവത്തെ അറിഞ്ഞവൻ. കാരണം ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ലെന്നേ. ഇതാണ് ലക്ഷണം. ഞാൻ ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ കഷ്ടം വരും, നഷ്ടം വരും, വേദന വരും, ഒറ്റപ്പെടുത്തും, വേർപാടുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നീ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്തരം പറ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ഈ നിമിഷം വരെയും രുചിച്ചറിയാൻ പറ്റാത്ത മനുഷ്യന് ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. 2 ബാക്കി വായിച്ചേ. എല്ലാം മടക്കി വെച്ചോ, എടുത്തേ, വായിച്ചേ. കല്ലറകളിലായിരുന്നു,
ശ്രദ്ധിക്കണേ, രണ്ടാമത്തേത്, ഈ മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ചങ്ങലയുണ്ട്. ഈ ചങ്ങല പൊട്ടിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ചങ്ങല. ഈ ക്രിസ്ത്യാനികളായ എനിക്ക് നിങ്ങൾക്കും ലോകത്തിലുള്ള മറ്റു മനുഷ്യൻ ജീവിക്കും പോലെ ജീവിക്കാൻ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. എല്ലാ മനുഷ്യനും ജീവിക്കും പോലെ ജീവിക്കാൻ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ചും യേശു 2 കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ യേശു നമുക്ക് നൽകിയ 2 കൽപ്പന? ഒന്ന്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണമെന്നാണോ സ്നേഹിക്കണമെന്നാണോ? സ്നേഹിക്കണം. സ്നേഹിക്കണം. ഇതൊന്ന്. രണ്ടാമത്തെ കൽപ്പന എന്താണ്? നീ നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ദൈവമാകെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇത് 2 ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ നമ്മളാ പഠിപ്പിച്ച കാര്യങ്ങൾ. പുതിയ തത്വങ്ങളും പുതിയ അനുഭവങ്ങളൊക്കെ പഠിപ്പിച്ചത് മനുഷ്യനാ. ക്രിസ്തുവിന്റെ ആവശ്യം ഇതാണ്: മനുഷ്യ നീ ദൈവത്തെ സ്നേഹിക്കേ, മനുഷ്യ നീ മനുഷ്യനെ സ്നേഹിക്കേ. കുരിശിന് എത്ര ദണ്ടുകളുണ്ട്? ദണ്ട് മീനിങ് എത്ര തടിക്കഷ്ണങ്ങൾ ചേർന്നതാണ് കുരിശ്? 1 ആണോ 2 ആണോ? 2. ഒന്ന് നെടുകയും കുറുകയും. ഈ നെടുകയുള്ള തടിക്കഷ്ണം നോക്ക്. ദൈവത്തെ ആരാധിക്ക്, ദൈവത്തെ സ്നേഹിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവമായിട്ടുള്ള ബന്ധം തീർന്നില്ല. കുറുകെ, നിന്റെ അപ്പനെ അപ്പ എന്ന് വിളി, മനുഷ്യനെ സ്നേഹിര്, നിന്നെ ഉപദ്രവിച്ചവനെ സ്നേഹിക്ക്, നിന്റെ അയൽവാസിയെ സ്നേഹിക്ക്. മനസ്സിലായോ ഞാൻ ഈ പറയുന്നേ? മനസ്സു തുറന്ന് നീ മറ്റുള്ളവരെ സ്നേഹിക്ക്. അപ്പൊ രണ്ടാമത്തെ ചിന്ത ഇതാണ്: നിനക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാ പള്ളി വന്നേ. ആരോടെങ്കിലും ഈർഷയോ കയ്പോ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്കൊരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. അവനെ കണ്ടാൽ നമുക്ക് പറ്റത്തില്ല. ചിലർ പറയുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ ഞാൻ, അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം. എടാ, അപ്പനെ അപ്പ എന്ന് വിളിക്കാത്ത നിനക്കൊരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. അമ്മയെ അമ്മ എന്ന് വിളിക്കാത്ത നിനക്കൊരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. സ്വന്തം സഹോദരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാതെ അവനെതിരെ പാരയും വെച്ചിട്ട് ഇവിടെ വന്ന് എത്ര ഹല്ലേലൂയ പാടിയാലും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കാരണം മനുഷ്യനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക്, ബാക്കി നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് ആരെ സ്നേഹിക്കാൻ കഴിയത്തില്ല? ദൈവത്തെ സ്നേഹിക്കാൻ ഫസ്റ്റ് മനുഷ്യനെ സ്നേഹിക്കരുത്. മനസ്സു തുറന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. ഞാൻ എവിടെ പോയാലും പറയുന്നൊരു സാക്ഷ്യമാണ്. ഞാൻ വാർഡ് കൺവെൻഷനിൽ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ പറയും ഒന്നുകൂടെ. ഞാനൊരു കൺവെൻഷൻ, അന്ന് എനിക്ക് കുപ്പായമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 10-20 വർഷം വരും. അത് ഒരു കൊച്ചു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. 3 കസേര ഇട്ടിട്ടുണ്ട്. നടുക്ക് ഒരു ഉപദേശിയാൽ ഇരിപ്പുണ്ട്. പ്രസംഗിക്കുന്നത് ഈ ഉപദേശിയാണ്. 3 കസേരയുണ്ട്. ഒരു കസേര ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ആരെങ്കിലും വരാനുണ്ടോ? അപ്പോൾ അവിടുത്തെ ഉപദേശിയാർ പറഞ്ഞു, വേറെ ആരും വരാനൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറി, ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പറഞ്ഞോ ഇത് പറഞ്ഞു, എന്നാലും പറയട്ടെ, ഈ കഥകളൊക്കെ എല്ലാം ഓർമ്മയുണ്ടല്ലേ? അത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ഞാനിനി പറയണോ ഇത്? എൻ്റെ ആ മൂഡ് കളഞ്ഞു. എന്നാലും അച്ഛൻ പറ, ചുമ്മാ ഇരിക്കല്ലേ, അങ്ങ് പറഞ്ഞോ. ശരി. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ സെക്രട്ടറി, 10-30 വയസ്സ് വരും. എനിക്കിത് മറക്കാൻ പറ്റത്തില്ലെന്നേ. 30 വയസ്സുള്ള ഈ പയ്യൻ ഇവിടെയാണ് ഇരിക്കുന്നത്. നല്ല കാര്യമാണ്. നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു സഭ. കോൺഗ്രിഗേഷണൽ പാരമ്പര്യം, ജനങ്ങൾക്കാണ് പ്രാധാന്യം. നല്ലതാണ്. കൺവെൻഷൻ തുടങ്ങി, 7 മണിക്ക് ആരാധന തുടങ്ങി, 7 ആയി, 7:30 ആയി, 8 ആയി, 8:30 ആയി, 9 മണിക്ക് തീരും. ഇവിടെയാണ് 9:45 ആകുന്നത്. ക്ഷമിക്കുക, 9 മണിക്ക് തീരും. ഒരു 8:45 കഴിഞ്ഞപ്പോൾ ഈ വാഴിക്കകത്ത് നിന്ന് പെരിച്ചാഴി ചാടി വരുമ്പോൾ ഒരു സാധനം ഓടി വന്ന് അൽത്താരയിലിരുന്നു. വെള്ളയും ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു. അവിടെ ഭയങ്കര വൈബ്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു,
ഈ കൺവെൻഷൻ്റെ വയർ എന്തോ കണക്ഷൻ വിട്ട് കിടക്കുകയാണ്. ഇനി വയർ വല്ലോ എർത്ത് വല്ലോ ആണോ സംഭവം? അതൊന്നുമല്ല, പുള്ളി സ്പിരിച്വലാണ് കേട്ടോ, ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇനി നിങ്ങൾ കണ്ണും കാതും തുറന്ന് കേൾക്കണം. വയസ്സായ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നതാ പ്രാർത്ഥനാ വിഷയം? ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, മക്കളെ ഈ പള്ളിയിലെ സെക്രട്ടറി എൻ്റെ മോനാണ്. എനിക്ക് കേൾക്കാൻ ഭയങ്കര കൊതിയായി. ഞാൻ പറഞ്ഞു, പറ അമ്മച്ചി, നന്നായിട്ട് പറ. കാരണം ഞാൻ ആരെടുത്തും പറയത്തില്ലെന്നേ, ഞാൻ പ്രസംഗത്തിൽ മാത്രമേ പറയൂ, അല്ലാതെ ഒരൊറ്റ വ്യക്തികളെടുത്ത് ഈ കിട്ടുന്ന ഒരു ഇൻഫർമേഷനും ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വേറെ ആരെടുത്തും പറയത്തില്ല. അപ്പം ഈ അമ്മച്ചി പറഞ്ഞു, മക്കളെ കഴിഞ്ഞ 5 വർഷമായി അവനെന്നെ, ഞാൻ പറഞ്ഞതല്ലേ പറ, അവനെന്നെ അമ്മ എന്ന് വിളിച്ചിട്ട് ഹല്ലേലൂയ അതൊക്കെ ഉണ്ട്. സ്തോത്രത്തിനും കുറവില്ല, ഹല്ലേലൂയയ്ക്കും കുറവില്ല, ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കാനും ഒരു കുറവുമില്ല. പക്ഷേ സ്വന്തം അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ കഴിയാത്തവൻ എത്ര ചാടിയാലും എത്ര തുള്ളിയാലും ഞാൻ പറയും, നീ നിലവിളിച്ചാലും ദൈവം കേൾക്കത്തില്ല. ഇവിടെ നൊന്ത് പ്രസവിച്ചൊരു വയറിനെ ആദ്യം ചേർത്ത് പിടിക്ക്, അപ്പനെ ഒന്ന് ചേർത്ത് പിടിക്കും. ഇവിടെ തെറ്റില്ലാത്ത ഏത് മനുഷ്യനാവുള്ളേ? അപ്പനും തെറ്റ് ചെയ്യും, അമ്മയും തെറ്റ് ചെയ്യും, മക്കളും തെറ്റ് ചെയ്യും. മനുഷ്യനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്യും, അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അയൽവാസിയെ, ഒരു സഭയ്ക്കകത്തിരിക്കുന്നവർ മുഖത്ത് നോക്കത്തില്ലെന്നേ. ഒരു സഭയ്ക്കകത്തിരിക്കുന്നവർ, ഒരു ബെഞ്ചിലിരിക്കുന്നവർ, എന്തിനേറെ പറയുന്നു, ഞങ്ങളെയൊക്കെ കാണുമ്പം പറയുന്നത് ഒന്ന്, ഞങ്ങൾ മാറുമ്പം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതല്ലേ പറഞ്ഞേ അങ്ങോട്ട്, അല്ലേ? നല്ല അച്ഛൻ. മനുഷ്യനെ പരിമിതികൾ കളഞ്ഞിട്ട് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുമോ? മനസ്സ് തുറന്ന്. കട്ടക്കട മുരുകൻ സാർ എഴുതിയ ഒരു കവിതയുണ്ടല്ലോ, കവിതയുടെ പേര് കണ്ണട. പൊട്ടിയ താലി ചരടുകൾ കാണാം. കേട്ടിട്ടുണ്ടോ? വിവാഹ സമയത്ത് മുൻപോട്ട് വരുമ്പോൾ ഭാര്യയും ഭർത്താവും പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്, നന്മയിലും സമ്പത്തിലും ദീനത്തിലും കോടതി നമ്മെ പറ. പഠിച്ചില്ലേ? ആര് മറന്നുപോയോ? നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? കോട്ടയത്തെ ഒരു ദൈവാലയത്തിൽ ഞാൻ കൺവെൻഷന് പോയി. എനിക്ക് താമസിക്കാൻ ഒരു ഡോക്ടറുടെ ഭവനം തന്നു. ഞാൻ വേദനയോടെ പറയുന്നത്, 3 ദിവസം ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ചു. ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ. കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങി, 2 പേര് മുൻപിലുണ്ട്. നല്ല ട്രീറ്റ്, നല്ല ഭക്ഷണം. അതൊക്കെ അപേക്ഷിച്ച് ഇവിടെ എന്തോന്ന് വെച്ചാ നന്നായിട്ട് ചെയ്യുക, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ലേഡി ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തെങ്കിലും തോന്നിയോ ഞങ്ങളുടെ വീടിനെ കുറിച്ച്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തോന്നിയില്ല, കാരണം ഞാനൊരു മുറിക്കകത്തിരിക്കുന്നു, അവർ അവരുടേതായ ലോകത്തിലാണ്. ലേഡി ഡോക്ടറെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ഭാര്യയും ഭർത്താവുമാണ്, പക്ഷെ 3.5 വർഷമായി ഞങ്ങൾ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട്. ഒരു വീട്ടിലാണ് താമസം, സെർവൻ്റ് ഉണ്ട്, 2 പേർക്കും ഔദ്യോഗിക വാഹനങ്ങളുണ്ട്, ഭാര്യയാണ് ഭർത്താവാണ്, ഒരു വീട്ടിലാണ് താമസം, ഒരു ഡൈനിങ് ടേബിളിലാണ് ആഹാരം കഴിക്കുന്നത്, സംസാരിക്കുന്നേ ഇല്ല. വലിയ വിശുദ്ധിയുടെ മക്കളാണ്. അമ്മയോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം അമ്മയോടൊന്ന് സംസാരിച്ചിട്ട്, സ്വന്തം അപ്പനെ ഒന്ന് വീട്ടിൻ്റെ അകത്ത് വിളിച്ച് കയറ്റി ഒരു പിടി ആഹാരം കൊടുത്തിട്ട് എത്ര ദിവസമായി? എടാ, നിനക്ക് ഭൂതമുണ്ട്, എൻ്റെ അടുത്ത് വിഷമം തോന്നില്ല. ലാസ്റ്റ് ദിവസം എന്താ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറയും നാളെ വരണ്ടെന്ന് പറയും. ഈ കൺവെൻഷനൊക്കെ വെച്ച് നടത്തുമ്പോഴേ, ഈ കൺവെൻഷൻ സക്സസ് ആയെന്ന് ഞാൻ പറയണമെങ്കിൽ പിണങ്ങിയിരിക്കുന്നവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം, സക്സസ് ആയി. അല്ലാതെ ചുമ്മാ ഇവിടെ വന്നിട്ട് ഒരു 5 പാട്ടും പാടി ഇങ്ങനെ സമയം കളഞ്ഞു പോയിട്ട് എന്നാ കാര്യമാണ്? ദൈവത്തെ പേടിപ്പിക്കാനാണോ നമ്മൾ വരുന്നത്? സ്നേഹിക്കേ. എത്ര അമ്മായിയമ്മമാരുടെ ഇതിൻ്റെ അകത്ത് ഒന്ന് കൈവക്ക്. കാഞ്ഞിരം തോട്ടത്ത് ആരെയും വെച്ചിട്ടില്ലേ? 3 ഉള്ളോ? അമ്മായിയമ്മമാരെന്ന് കൈവക്ക്, ഞാൻ കാണട്ടെ. ദൈവം തന്നൊരു അവസരമല്ലേ. താഴ്ത്തിട്ട് എത്ര മരുമക്കളുണ്ട്? ഇന്ന് എല്ലാ മരുമക്കളും, ആൺമക്കൾ പൊക്കണ്ട കേട്ടോ,
നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്നതാണ്. ഇന്ന് എല്ലാ മരുമക്കളും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അമ്മായി അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മോട് കൺവെൻഷൻ സക്സസ് ആയി. തീരെ ഇറുക്കരുത്. അമ്മ ഉമ്മ ഇതാ കിടക്കുന്നു സാധനം. അച്ഛനെ വിളി, സമയം ഫിക്സ് ചെയ്യ്, ആംബുലൻസ് വിളി. സ്നേഹിക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇതൊരു തീരുമാനമായിട്ടെടുക്കുക. ഇന്ന് ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ഷണ്ട കൂടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഷേക്കൻഡ് കൊടുത്തിട്ടടാ മതി, നമ്മുടെ പിണക്കം മതി പറയാൻ പറ്റുമോ? പിന്നെ ആരെ തോപ്പിക്കാനാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ വെച്ച് നടത്തുന്നത്? ഈ പറയണ ഞാനും ചില്ലറ മോശക്കാരനൊന്നുമല്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. നല്ലേ അല്ല. ഞാൻ ഈ സുവിശേഷ പ്രവർത്തനം തുടങ്ങിയ സമയത്തെ എനിക്ക് ഭയങ്കര തിരക്കാണ്. രാവിലെ പ്രധാനമന്ത്രിക്കില്ലാത്ത തിരക്കാണ് എനിക്ക്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യും. എൻ്റെ അമ്മയും അച്ഛനറിയാം, ഫോൺ എടുക്കത്തില്ല ഞാൻ. കാരണം ഞാൻ ഭയങ്കര ഓട്ടാണ്. ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുന്നു, വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഭയങ്കര തിരക്കാണ്. എൻ്റെ അമ്മയോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഒരു ദിവസം ഞാനൊരു മരണ വീട്ടിൽ നിൽക്കുക. എനിക്ക് ഫോൺ റിങ് ചെയ്തു. ഒരു വലിയ ഫോണാണെന്ന്. അപ്പോൾ ആ ഫോൺ ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ്. ഞാൻ കട്ട് ചെയ്തു. ബോഡി ഫ്രണ്ടിൽ കിടക്കുകയാണ്. വീണ്ടും അമ്മ റിങ് ചെയ്ത് ഞാൻ എടുത്തിട്ട് പറഞ്ഞു, അമ്മ ഞാനൊരു മരണ വീട്ടിലാണ് അമ്മ. അമ്മ എൻ്റെ നല്ലൊരമ്മയാണ് എൻ്റെ അമ്മ. അമ്മ എൻ്റെ മുഖം അവർക്ക് സുവിശേഷകനും അച്ഛനും ബിഷപ്പൊന്നൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ. അമ്മ ഒരു വിളിച്ചാൽ നമ്മൾ സൈലൻ്റാണ്. ആദ്യം അമ്മയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്ക്, എന്നിട്ട് മതി നീ ലോകം നന്നാക്കാൻ നടക്കുന്നത്. അപ്പം ഞാൻ അമ്മ വെച്ചിട്ട് പോടാ കട്ട് ചെയ്തിട്ട് അവരങ്ങ് പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയാൽ കണ്ടേ. സ്നേഹിക്ക് പ്രിയപ്പെട്ടവരെ, ഉള്ളപ്പോഴല്ലേ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ പറ്റൂ. മരിച്ചിട്ട് കിടന്ന് വിളിച്ചിട്ടും വലിയ കല്ലറകൾ കെട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലെന്നേ. മനസ്സു തുറന്ന് സ്നേഹിക്കാൻ കഴിയട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും മനസ്സു തുറന്ന് സ്നേഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കും എനിക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ ശരിക്കും രുചിച്ചറിയാത്തവനൊരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. 2, മനുഷ്യനെ മനസ്സു തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്തവനുള്ള അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. 3 വായിച്ചേ. എല്ലാം അടച്ചു വെച്ചു. നമുക്കിതോടെ തീർന്നു കാര്യങ്ങൾ. നിലവിളിച്ചും, ഇനി എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ നിലവിളി. ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങളൊക്കെ ഓൾഡ് വയസ്സായ ആൾക്കാരാണ്. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ടെക്നോളജിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വായി കൊണ്ട് പറഞ്ഞ് കളിച്ച ഒരു സാധനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം. അലറലോട് അറിയോ? അങ്ങനെ കളിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ തെറ്റും. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നല്ലേ? അതെ, അലറലോട് അലറൽ. ചില മനുഷ്യരുണ്ടല്ലോ, പള്ളിയിൽ വന്നാൽ അവിടെ കിടന്ന് അലറലോട് അലറൽ. ചന്തയിൽ പോയാൽ അവിടെ കിടന്ന് അലറലോട് അലറൽ. വീട്ടിൽ വന്നാൽ അവിടെ ഇരുന്ന് അലറലോട് അലറൽ. തൊഴിൽ ഉഴപ്പ് പദ്ധതി, അവിടെ പോയാൽ അവറ്റകളെ വിട്ടിരിക്കുന്നത് വല്ല ജോലി ചെയ്യാനാണ്. അവിടെ പോയാൽ അവിടെ കിടന്ന് ഈ നാക്കുകൊണ്ട് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല, ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല. ഞാൻ പറയുന്ന മനസ്സിലാകുന്നോ? ഞാൻ വളരെ ലളിതമായിട്ട് പറയാം, വിശദീകരിക്കാതെ പറയാം, സമയമില്ലല്ലോ. സഹോദരങ്ങളെ, ഈ നാക്കുകൊണ്ട് നീ മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാക്കുകൊണ്ട് നീ മറ്റുള്ളവനെ തകർത്തിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കും നിനക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് എടുത്തടിച്ച പോലെ. ചില ഉത്തരങ്ങളൊക്കെ പറയത്തില്ലേ, എടുത്തടിച്ച പോലെ. അമ്മയെന്നും നോക്കത്തില്ല, അപ്പനെന്നും നോക്കത്തില്ല, പള്ളിയിലെ അച്ഛനെന്നും നോക്കത്തില്ല. ഈ ഇടയ്ക്ക് ഒരു പയ്യൻ ഒരു അധ്യാപകനെ എടുത്തിട്ട് പഠിച്ചത് കണ്ടില്ലേ നമ്മൾ? ഒരു അസുഖമുണ്ട്, അസുഖത്തിൻ്റെ പേരാണ് നാക്കുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് തോന്നും പോലെ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ നീ നിന്റെ നാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിനക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവത്തെ രുചിച്ചറിയാത്തവൻ. 2, മനുഷ്യനെ സ്നേഹിക്കാത്തവൻ. 3, നാക്കിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാത്തവൻ. 4 വായിച്ചേ. നിലവിളിച്ചും
ഞാൻ തന്നെ പറയാം, നിങ്ങൾ തളർന്നു. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ശ്രദ്ധിക്കണേ, ഈ മനുഷ്യനൊരു അസുഖമുണ്ട്. ഒരു കല്ലെടുക്കും, കയ്യിലിടിക്കും, കൈമുറിയും, ചോര വരും, ഇരുന്ന് കരയും. സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയുന്നവർ. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയുന്നവർ. പെൺകുട്ടികളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അവർ അമ്മയോട് പറയും, അല്ലെങ്കിലും എന്നെ വേണ്ടല്ലോ, ഞാൻ നിങ്ങളെ മോള് പറ, അല്ലല്ലോ നിങ്ങൾ മര്യാദയില്ല. ആര്? കൊച്ചിൻ്റെ കയ്യിൽ നിന്നൊന്ന് മാറ്റി പിടിക്കരുത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളല്ലല്ലോ, നിങ്ങൾക്ക് സ്നേഹം അണ്ണനോട് കൂടെയാണല്ലോ. മാതാപിതാക്കൾ പറ, നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ സ്നേഹമില്ലേ? ഉണ്ട്. അപ്പൊ സ്വയം വിഷയം ഉണ്ടാക്കുക. ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം, നെഞ്ചൊരു വേദന, നമ്മൾ തന്നെ അങ്ങോട്ട് പറയുകയാണ് ഇതെന്താണ്, ഇത് അറ്റാക്കാണ്. അപ്പൊ ഡോക്ടർ പറയണ ഒരു ഇല്ല ഡോക്ടറെ, ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇതാ ഇപ്പൊ തീർന്നു. ഞാൻ സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയുന്നവർ. ചില ഭവനങ്ങളിൽ പോകുമ്പോൾ ഇച്ചിരി പ്രായം ചെന്ന് അമ്മച്ചി പറയും, മക്കളെ ഞാൻ നന്നാവാത്തതിൻ്റെ കാരണം അറിയോ? എന്നാ അമ്മച്ചി? അവൻ ശുദ്രം ചെയ്തിട്ടാ. അവൻ അറിഞ്ഞ കാര്യം പോലും. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും പേടിയുണ്ടോ? ആരെങ്കിലും ശുദ്രം ചെയ്താൽ ഏക്കുവോ? ഒരു ബാധയും, കുറച്ച് പറ, ഒരു ബാധയും നീ ഉള്ളപ്പം പിന്നെ വേറെ ഏത് വരാനാണ്? നീ ഉള്ളപ്പോൾ വേറെ ഏത് ബാധ നിന്റെ വീട്ടിൽ വരാനാണ്? പിന്നെ എന്നാത്തിനാ നീ മറ്റുള്ളവരെ പഴിചാരുന്നേ? സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയുന്നവന് ഒരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. ദൈവത്തെ രുചിച്ചറിയാത്തവന് ഈ അസുഖമുണ്ട്. മനുഷ്യനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാത്തവന് ഈ അസുഖമുണ്ട്. നാക്കുകൊണ്ട് വമ്പ് പറയുന്നവന്, അസഭ്യം പറയുന്നവന്, നുണ പ്രചരിപ്പിക്കുന്നവന് ഈ അസുഖമുണ്ട്. അതാണ് ഭൂതം. 4, സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയുന്നവന് ഈ അസുഖമുണ്ട്, ഭൂതം. 5, അവൻ യേശുവിനെ കണ്ടപ്പോൾ മുട്ടുമടക്കി 2 കൈയുമെടുത്ത് വിടർത്തി അവൻ പറയുകയാണ്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ കാണിക്കുന്നതെല്ലാം തരികിട. പക്ഷെ ഒരു മൈക്ക് കിട്ടിയാൽ ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ ദൈവവുമായി ഒരു ബന്ധവുമില്ല. നമ്മളൊക്കെ കാണിച്ച കാണിപ്പുകൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ പാടെയാണ്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങോ. 1 മണിക്കൂർ മുമ്പ് എങ്ങനെയായിരുന്നു വീട്ടിൽ? പ്രിയൻ വരവതിൻ താമസം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിനയം. സഭയ്ക്കകത്ത് കയറി പുൽപ്പിറ്റിൽ നിന്ന് അഭിനയിക്കുകയാണ്. 10 മനുഷ്യന്റെ മുമ്പിൽ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അഭിനയിക്കുകയാണ്. ജീവിതത്തിൽ കാണിക്കുന്നതെല്ലാം തരികിട. ഒരു സാക്ഷ്യവുമില്ലാത്ത ജീവിതം, ഒരു സാക്ഷ്യവുമില്ല. പ്രാർത്ഥിക്കാൻ ഒരു മടിയുമില്ല, പ്രസംഗിക്കാൻ ഒരു മടിയുമില്ല, സാക്ഷ്യം പറയാൻ ഒരു മടിയുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? ഞാൻ വെള്ളറുടെ ഭാഗത്തിനടുത്ത് വർഷങ്ങൾക്ക് മുൻപ് VBS വെക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ഞാനൊരു ദൈവാലയത്തിൽ പ്രസംഗിക്കാൻ പോയി. എനിക്ക് അപൂർവമായിട്ടാണ് ഈ ഞായറാഴ്ച രാവിലെ മറ്റു ദൈവാലയങ്ങളിൽ പ്രസംഗിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ദൈവാലയം, മനോഹരമായൊരു ദൈവാലയം. ആ ദൈവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആ ദൈവാലയത്തിൽ ഞാൻ കണ്ട പ്രത്യേകത, ഒരൊറ്റ മനുഷ്യൻ ബെഞ്ചിലിരിക്കത്തില്ല. പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും മുട്ടുമടക്കും. സാധാരണ ഞാൻ ഈ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ശീലം വളരെ കുറവാണ് കേട്ടോ. കാരണം ഈ ബോഡി വെയിറ്റ് ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, പണ്ടൊക്കെ എങ്ങനെ ഇടുന്നെന്ന്. ഈ ബോഡി വെയിറ്റും വെച്ചുകൊണ്ട് ഞാൻ മുട്ടുകുത്തുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് വേദനിക്കും. വല്ലാണ്ടൊരവസ്ഥയാണ് എൻ്റെ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ആടി തുടങ്ങും, പിന്നെ ഞാൻ കിടക്കും. ആൾക്കാർ വിചാരിക്കും ആത്മാവിൽ ജ്വലിക്കുന്നതാണെന്ന്. അതുകൊണ്ട് ഞാൻ സാധാരണ മുട്ടുമടക്കാറില്ല. പക്ഷെ ഞാൻ ആ പള്ളി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊച്ചു പിള്ളേർ മുതൽ വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം മുട്ടുമടക്കിയിരിക്കുക, അച്ഛൻ മുട്ടുമടക്കിയിരിക്കുക. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ എന്നാത്തിനാ ഒരു അഹങ്കാരിയെ പോലെ ഇങ്ങനെ കസേര ഇരിക്കുന്നേ? ഞാനും മുട്ടുമടക്കി.
പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായി, 25 മിനിറ്റായി, പ്രാർത്ഥന തീരുന്നില്ല. ആൻറ്റി ഇങ്ങനെ ഈ വായിലിങ്ങനെ വാക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ആടും എന്നുള്ളൊരവസ്ഥയിലൊക്കെ എത്തി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പുരാനെ, ഞാൻ അറിയാതെ മുട്ടുകുത്തിപ്പോയി, എങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥന ഒന്ന് തീരാതെ ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല, എഴിച്ചാൽ നാണക്കേടാണ്. തൊണ്ടയിൽ ഒരു ചെറിയൊരു കിച്ച് എന്തെങ്കിലും വന്നാൽ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥന പോകത്തില്ലല്ലോ, ശബ്ദം മുടങ്ങി അങ്ങ് നിന്നോളും. ദൈവത്തിൻ്റെ കൃപ, ഒരു 25-30 മിനിറ്റിനകത്ത് പ്രാർത്ഥന തീർന്നു. പിന്നെ എൻ്റെ പ്രസംഗം അതും ജനങ്ങൾ സഹിച്ചു. പിന്മുറി ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കേട്ടോ. കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, എടാ ഞങ്ങളുടെ പള്ളി എങ്ങനെയുണ്ട്, നമുക്ക് എവിടെയെങ്കിലും സത്യം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സൂപ്പർ പള്ളി. ഞങ്ങൾ ആരാധന എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അടിപൊളി ആരാധന. എടാ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയോ? ഞാൻ പറഞ്ഞു, കിടില. ഇത്രയും ആത്മാവിലുണർന്ന ഒരു പ്രാർത്ഥന ഞാൻ വേറെ കേട്ടിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഈ ആൻറ്റിയെക്കുറിച്ചൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു, പറ. ഞാൻ ആരെടുത്തും പറയത്തില്ല. ഞാൻ പിന്നെ ആരെടുത്തും പറഞ്ഞിട്ടില്ല, ഇതുപോലെ പ്രസംഗ വേദികളിൽ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. സംഭവം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥിക്കുന്ന അന്ന് ഉച്ചയ്ക്ക്, തലേ ദിവസം ഉച്ചയ്ക്ക്, ഇത് ഞായറാഴ്ച രാവിലെ, ശനിയാഴ്ച ഉച്ചയ്ക്കുള്ളൊരു സംഭവമാണ്. ഈ ആൻറ്റി താമസിക്കുന്നത് പറമ്പിൻ്റെ അക്കരയിൽ, ഈ ആൻറ്റിയുടെ സഹോദരി താമസിക്കുന്നത് പറമ്പിൻ്റെ ഇക്കരയിൽ. അടുത്തൊന്നും വലിയ വീടുകളൊന്നുമില്ല, എന്നാലും ജനവാസമുള്ളൊരു ഏരിയ. ഈ പറമ്പ് ഇവരുടേതല്ല. ഈ പറമ്പിൻ്റെ നടുവിൽ നിന്ന തെങ്ങിന് ഒരാഗ്രഹം, ഒരു ഓല തറയിലിട്ടാലോ. തെങ്ങ് അത് നിർവഹിച്ചു, ഒരു ഓല തറയിലിട്ടു. ഈ തറയിൽ ഈ ഓല വന്ന് വീഴുന്നതിന് മുൻപ് ഈ 2 വീട്ടുകാരും ഇത് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞെന്നറിയത്തില്ല, ഇൻ്റർനെറ്റൊന്നും ഇല്ല അന്ന്, എന്നാലും അവരറിഞ്ഞു. ഓല നിലത്ത് വീഴുന്നതിന് മുൻപ് ഈ ഓല എടുക്കാൻ 2 പേര് ഓടി വന്നു. ഇവർ 2 ബദ്ധ ശത്രുക്കളുമാണ്, സഹോദരികളാണ്, ബദ്ധ ശത്രുക്കളാണ്. 2 പേരും വന്ന് ഒരുമിച്ച് ഓലയുടെ മുമ്പിൽ നിന്നു. 2 പേരും മുഖത്ത് നോക്കി, 2 പേരും ഓലയിൽ നോക്കി, 2 പേരും വീണ്ടും മുഖത്ത് നോക്കി. 2 പേരും ഒരുമിച്ച് ഓലയിൽ പിടിച്ചു. ഒരു വെളങ്ങോട്ട് വലിച്ചു, ഒരു വെളിങ്ങോട്ട് വലിച്ചു, വലിയോട് വലി. 2 പേരും ഒരുമിച്ച് തറയിലിട്ടു. നെറ്റിയിലെ വിയർപ്പ് കുടഞ്ഞു കളഞ്ഞ് വീണ്ടും പിടി, വീണ്ടും വലി, വീണ്ടും ഇട്ടു, വീണ്ടും പിടി, വീണ്ടും വലി, വീണ്ടും ഇട്ടു. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഈ അരമണിക്കൂർ തകർത്തില്ലേ ആൻറ്റി അങ്ങോട്ട് അന്യഭാഷയിൽ സ്തുതിക്കാൻ തുടങ്ങി. ആൻറ്റി സ്തുതിച്ചു തുടങ്ങിയതും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം അവിടെ ഉണ്ടായി. മറ്റേ ആൻറ്റിയും കൂടെ സ്തുതിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ സ്തുതിച്ച് ആ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തവും വന്നുകൂടി. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറഞ്ഞ അവാർഡ് കിട്ടിയ ഈ ആൻറ്റിക്ക് ഒളിമ്പിക്സിൽ മെഡൽ കൊണ്ടുവരും പോലെ ഓല കൊണ്ട് വീട്ടിലിട്ടിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ, ഹല്ലേലൂയ, സ്വോത്രപ്പാ, അഭിനയം അല്ലേ? ആണോ? ഇങ്ങനെ മനുഷ്യന്റെ മുൻപിൽ അഭിനയിക്കുന്നവന് ഒരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. പരിശോധന തുടങ്ങാം. എനിക്ക് ഈ അസുഖമുണ്ടോ? അവരവർ അവരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കണം. ഞാൻ ഓരോ ചോദ്യം ചോദിക്കും. യെസ് ഓർ നോ. യെസിൻ്റെ ഭാഗത്ത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോയുടെ ഭാഗത്ത് ടിക്ക് ചെയ്യുക. പരിശോധനയാണ്. റിസൾട്ട് ഇപ്പം കിട്ടും നിങ്ങളുടെ കയ്യിൽ. ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ ആളാണോ ഞാൻ? യെസ് ഓർ നോ. ടിക്ക് ചെയ്തോ. ടിക്ക് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യനായി എനിക്ക് ഷണ്ടയുണ്ടോ? കലിപ്പുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ആരെയെങ്കിലും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ? യെസ് ഓർ നോ. ടിക്ക് ചെയ്തോ. സ്നോയിൽ കയറി അടിക്കരുത്. ഒന്ന് യെസ്, അല്ലെങ്കിൽ നോ. 3. നാക്കുകൊണ്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ടോ? ശാപം ഇട്ടിട്ടുണ്ടോ? മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടെ ലളിതമാക്കി പറയാം, അപ്പനെ എടാന്നും അമ്മയെ എടി എന്നും വിളിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ. ടിക്ക് ചെയ്തോ. സ്വയം വിഷയമുണ്ടാക്കി നീ സ്വയം കരഞ്ഞിട്ടുണ്ടോ? സ്വയം വിഷയം ഉണ്ടാക്കി നീ സ്വയം കരഞ്ഞിട്ടുണ്ടോ? യെസ് ഓർ നോ. ടിക്ക് ചെയ്തോ. അഭിനയിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്വഭാവം, പള്ളിയിൽ വരുമ്പോൾ നീറ്റ് ഭക്തൻ, ചന്തയിൽ പോകുമ്പോൾ വേറൊരു ക്യാരക്ടർ, മാസ്ക് വെച്ച് ജീവിച്ചിട്ടുണ്ടോ?
മുഖം മൂടി വെച്ച് ജീവിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? റിസൾട്ടായി. അവരവരുടെ റിസൾട്ട് അവരവർ തന്നെ എടുക്കണം. നോക്ക്, റിസൾട്ട് നോക്ക്. ദൈവത്തെ നീ ഇതുവരെയും രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കൊരസുഖമുണ്ട്. എല്ലാ മനുഷ്യരെയും നീ മനസ്സു തുറന്ന് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊരസുഖമുണ്ട്. നാക്കുകൊണ്ട് നീ വമ്പ് പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരസുഖമുണ്ട്. സ്വയം വിഷയമുണ്ടാക്കി നീ സ്വയം കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊരസുഖമുണ്ട്. അഭിനയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന്, മനുഷ്യൻ്റെ സന്നിധിയിൽ വേറൊന്ന് അഭിനയിച്ചാണ് നീ ജീവിച്ചതെങ്കിൽ എനിക്കും നിനക്കും ഒരസുഖമുണ്ട്. അസുഖത്തിൻ്റെ പേരാണ് ഭൂതം. ചോദ്യം വീണ്ടും ആവർത്തിക്കട്ടെ, ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ പോയി പറ, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കി നോക്ക്. നല്ല സുന്ദരനും സുന്ദരികളുമായ ഭൂതത്തെ കാണാം. ഇങ്ങനെ ഭൂതം പിടിച്ച ഒരുവളായിരുന്നു ആര്? മഗ്ദലന മറിയം. ദ ക്യാരക്ടർ, സ്വഭാവത്തിൽ വന്ന വൈകല്യം. ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ല, മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ല. ഇതാണ് ഭൂതം. മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ല. നാക്കെടുത്താൽ വമ്പ് പറയും, മറ്റുള്ളവനെ വേദനിപ്പിക്കും, അവനെ ശാപമിടും, സ്വയം വിഷയമുണ്ടാക്കി സ്വയം. ചില പിള്ളേരുണ്ട് ടെൻഷൻ, എപ്പോഴും ടെൻഷൻ, അഭിനയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം. 2 സെക്ഷൻ കഴിഞ്ഞു. ചോദ്യോത്തര വേളയും കഴിഞ്ഞു, പരിശോധനയും കഴിഞ്ഞു. ഇനി പരീക്ഷ തുടങ്ങാമോ? പരീക്ഷ ഓക്കെ. എങ്ങനെ, മൊത്തത്തിൽ ചോദിക്കണോ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഞാൻ മാത്രം സെലക്ട് ചെയ്ത് ചോദിച്ചാൽ മതിയോ? മൊത്തത്തിൽ ചോദിക്കട്ടോ, അതാണ് സുഖം അല്ലേ? എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് യേശുവിനെ ഓർക്കുക. അതാണ് എൻ്റെ 2. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആരായിരുന്നു? മഗ്ദലന മറിയം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 5 പേര് പറയണം. ഭൂതം പിടിച്ചാലുള്ള 1-ാമത്തെ ലക്ഷണം പറ. ഭൂതം പിടിച്ചാലുള്ള 1-ാമത്തെ ലക്ഷണം. കേട്ടില്ല? കല്ലറയിൽ വസിക്കുന്നവൻ. അതിന് ഞാൻ കൊടുത്ത വ്യാഖ്യാനം എന്താണ്? ദൈവത്തെ രുചിച്ചറിയാത്തവൻ. താങ്ക്സ് കേട്ടോ. 2, മനുഷ്യനെ മനസ്സു തുറന്ന് സ്നേഹിക്കാത്തവൻ. മാഷേ 3, നിലവിളി. അതിന് ഞാനൊരു വാക്ക് പറഞ്ഞു, അലറലോട്. അതറിയാം, അലറലോട് അലറൽ, നാക്കുകൊണ്ട് വമ്പ് പറയുന്നവൻ. 4, അതാരാ പറഞ്ഞേ? അത് ഇപ്പം ഈ നമുക്കുള്ള ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ടാണ് സ്വയം വിഷയം ഉണ്ടാക്കി സ്വയം കരയുന്നവർ. 5, അവരവരെ കാര്യം അവരവർ പറയും, എനിക്കറിയാതെ. അഭിനയം. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ഞാൻ വരട്ടെ. ഇങ്ങനെ ഭൂതം പിടിച്ച ഒരുവളായിരുന്നു മഗ്ദലന മറിയം. ദൈവം അവളെ രൂപപ്പെടുത്തി, ദൈവം അവളെ സ്നേഹിച്ചു, അവൾ ഒരു പുതിയ സൃഷ്ടിയായി. ഇന്നത്തെ വചനധ്യാനം ഇതാണ്. സഹോദരങ്ങളെ, നീ നിന്റെ ഈ സ്വഭാവത്തെ വെടിഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പുതുക്കം പ്രാപിച്ചാൽ ദൈവം നിനക്ക് എന്ത് തരും അറിയണ്ടേ? നമ്മൾ ദൈവസന്നിധിയിൽ വന്നു, കർത്താവ് ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ എനിക്കുണ്ട്, ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ല, ബൈബിൾ വായിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, നിനക്ക് വേണ്ടി ജീവിക്കാറില്ല, ആരാധനകൾ വെക്കുമ്പോൾ പള്ളിയിൽ വരാറില്ല, ഞാൻ ഇന്നു മുതൽ നിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, നിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി തൊട്ട് എൻ്റെ നാക്ക് കൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കത്തില്ല. ഇന്ന് തൊട്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കും. എന്നെ ഉപദ്രവിച്ചവനെയും കയ്പിൻ്റെ അനുഭവമാണെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കാൻ ശ്രമിക്കും.
ഇന്നു തൊട്ട് ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും, ഞാൻ അഭിനയിക്കത്തില്ല, പച്ചയായ ഒരു മനുഷ്യനായി ജീവിക്കും. നീ എനിക്ക് എന്ത് തരും അറിയണ്ടേ? ഞാൻ എൻ്റെ ജീവനം വെച്ചാൽ ഇനി പറയാൻ പോകുന്നേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സത്യസന്ധമായി ജീവിച്ചാൽ നീ എനിക്ക് എന്ത് തരും? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശമാണ്. മഗ്ദലന മറിയം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം എടുക്കണ്ട, ശ്രദ്ധിച്ചിരിക്കേ. ഈ ഭൂതം പിടിച്ചവളെ യേശു ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റി. അവൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയായ മഗ്ദലന മറിയത്തിന് അത് സഹിച്ചില്ല. നിങ്ങളൊക്കെ പറയത്തില്ലേ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഒരൊറ്റ പുരുഷനില്ലായിരുന്നു. എനിക്കിന്നും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ സഭകളിൽ അച്ഛന്മാര് പുരുഷന്മാരാണ്, അച്ഛന്മാരെല്ലാം പുരുഷന്മാരാണ് നമ്മുടെയൊക്കെ സഭയിൽ. പല സഭകളിലും സ്ത്രീകൾക്ക് അൽത്താരയിൽ കയറാൻ സ്വാതന്ത്ര്യമില്ല. എനിക്കിന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യം, യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിട്ടും ഈ 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രം ഒഴിച്ച് മറ്റൊരൊറ്റ മനുഷ്യനും ക്രൂശിൻ്റെ ചുവട്ടിൽ ഉണ്ടോ? എടാ, യേശുവിനൊരു വേദന വന്ന സമയത്ത് പുരുഷന്റെ ഒരു സാന്നിധ്യം ഉണ്ടോ? യേശുവിൻ്റെ ചുറ്റും സ്ത്രീകളെ ഉള്ളോ? ക്രൂശ് ചുമക്കുന്ന സമയത്തും ആ ക്രൂശിൻ്റെ അടുത്തിരുന്ന് യേശുവിൻ്റെ മുഖം ഒപ്പുന്ന സമയങ്ങളും ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതെല്ലാം സ്ത്രീകളാണ്. ഇവൾക്ക് ഉറക്കമില്ല കേട്ടോ. കാരണം ആ സ്ത്രീയുടെ ഹൃദയം യേശുവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നന്നായിട്ട് വേദനിക്കുന്നു. അവൾ ഇങ്ങനെ പറയുകയാണ്, തമ്പുരാനെ, നീ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, പക്ഷെ നീ മരിച്ചുപോയല്ലോ. ആ രാത്രി മഗ്ദലന മറിയം ഉറങ്ങിയിട്ടില്ല. 20-ാം അധ്യായമാണ് ഞാൻ പ്രസംഗിക്കുന്നത്, യോഹന്നാൻ 20. ആ രാത്രി ഉറങ്ങിയില്ല. അതിൻ്റെ തെളിവ് ആ വേദഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നേരം വെളുക്കുന്നതിന് മുൻപ് ഈ സ്ത്രീ യേശുവിൻ്റെ കല്ലറ ലക്ഷ്യമാക്കി നടന്നു. ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ നേരം വെളുക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ കല്ലറ ലക്ഷ്യമാക്കി നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിസ്സാര പ്രവൃത്തിയല്ല. പ്രത്യേകിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരുഷൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, നീ എന്നെ സ്ത്രീയായിട്ടോ പന്നിയായിട്ടോ ജനിപ്പിക്കാത്തതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതിൻ്റെ അർത്ഥം ഒരു പന്നിക്കുള്ള വില പോലും സ്ത്രീക്ക് ഇല്ല. ഒരു പുരുഷന് സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് സംസാരിച്ചുകൂടാ. സ്ത്രീ 2ാം കിടയിൽപ്പെട്ട ഒരു ജന്തുവായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. അന്ന് ഒരു സ്ത്രീ നേരം വെളുക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് യേശുവിൻ്റെ കല്ലറ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ നടക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു സംശയമുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ കല്ലറ നമ്മുടെ നാട്ടിൽ കാണുന്ന കല്ലറയുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. ഒരു ഗുഹയാണ്. ഗുഹയ്ക്കകത്ത് യേശുവിനെ വെച്ചിട്ട് ഒരു കല്ലുരുട്ടി നീക്കി റോമൻ സാമ്രാജ്യത്തിൻ്റെ സീലടിച്ച്, ഇതാണ് അന്നത്തെ കല്ലറ. കണ്ണമൂല സെമിനാരിയിലെ ഒരു പുസ്തകം എന്നെ പരിചയപ്പെടുത്തിയത്, ഈ കല്ലറയിൽ ഉരുട്ടി വെച്ച കല്ല് എന്ന് പറയുന്നത് 6 മുതൽ 20 വരെയുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരായ പുരുഷന്മാർ ചേർന്ന് ഉരുട്ടി വെച്ച കല്ലാണ്. ഒരു പുരുഷൻ ഉരുട്ടിയ കല്ലല്ല. 6-20 വരുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ പുരുഷന്മാർ ചേർന്ന് ഉരുട്ടി വെച്ചൊരു കല്ല്. ഈ പോകുന്ന വഴിയിൽ ഇവൾക്കൊരു സംശയമുണ്ട്. സംശയം എന്താണെന്നറിയാമോ? ഞാൻ ഈ കല്ലറയുടെ മുൻപിൽ പോകും. പക്ഷേ ആര് ഈ കല്ല് മാറ്റും? ഒരു സ്ത്രീയായ എനിക്ക് പറ്റുമോ? പറ്റത്തില്ല. കാരണം ഈ കല്ലുരുട്ടി വെച്ചത് 6 അതിലധികം ആരോഗ്യ ദൃഢഗാത്രന്മാരായ പുരുഷന്മാരാണ്. മാത്രമല്ല റോമൻ സാമ്രാജ്യത്തിൻ്റെ സീലുണ്ട്, കാവൽക്കാരുണ്ട്. ഈ കാവൽക്കാരെ ഭേദിച്ചിട്ട് ഈ സീലിനെ പൊട്ടിച്ചിട്ട് ഈ കല്ല് മാറ്റാതെ എനിക്ക് എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശാൻ കഴിയത്തില്ല. ആര് മാറ്റും? ഇന്ന് നിങ്ങൾ ഈ ആരാധനയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ,
ഇതുപോലത്തെ ചില ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. കർത്താവേ, എൻ്റെ കടം ആര് മാറ്റും? എൻ്റെ മകനെ ദൈവാലയത്തിൽ വന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആര് അവൻ്റെ സ്വഭാവത്തെ മാറ്റും? എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെ ആര് മാറ്റും? എൻ്റെ കുടുംബജീവിതത്തിൽ വന്ന വിഷമങ്ങൾ ആര് മാറ്റും? ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ സംശയവുമായി അവൾ കല്ലറയുടെ മുൻപിൽ പോയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, കല്ലറയുടെ മുൻപിൽ പോയപ്പോൾ അവൾ കണ്ടൊരു കാഴ്ചയുണ്ട്. കല്ല് 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 ഉറച്ചു പറ, കല്ല് ആര് മാറ്റി? അറിയത്തില്ല. എങ്ങനെ മാറി? അറിയത്തില്ല. കല്ല് മാറിക്കിടക്കുന്നു. ആര് മാറ്റിയെന്നറിയത്തില്ല, എങ്ങനെ മാറിയെന്നറിയത്തില്ല. ഇന്നത്തെ സന്ദേശം ഇത്രയുള്ള ഒറ്റ വാക്കിൽ ഞാൻ പറയും. ഒറ്റ വാക്കിൽ, ഏകദേശം 1.25 മണിക്കൂറായി നമ്മളെ പ്രസംഗം തുടങ്ങിയിട്ട്. പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ സന്ദേശം പറയാം. സഹോദരാ, നീ നിന്നെ ഒന്ന് വിശദീകരിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ സുവിശേഷം പറയുമെന്നൊരു തീരുമാനമെടുത്താൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഡോക്ടർമാർ നടക്കത്തില്ല എന്ന് പറയുന്ന മേഖലകളിലും ശക്തമായി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വലിയ സാക്ഷ്യമാണത്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം. തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ല. ഞാൻ അന്ന് ആറയ്യൂർ സഭയിലെ ശുശ്രൂഷകനാണ്. മക്കളില്ലാതെ ജീവിച്ചൊരു കാലഘട്ടം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വിസിറ്റിങ്ങിന് ഇറങ്ങും. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നടയും. അല്പസമയം വിശ്രമിക്കും. ഉണ്ടാക്കി വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. വീണ്ടും വിസിറ്റിംഗ്. കാരണം വീട്ടിൻ്റെ അകത്തിരുന്നാൽ ഞങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി ഞങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് ഞങ്ങൾ ഭാരപ്പെട്ട ഒരു സമയമുണ്ട് ഞങ്ങൾക്ക്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളിൽ ദൈവാലയത്തിൽ പോകാൻ പേടിയായിരുന്നു ആ സമയത്ത്. കാരണം എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല കുഞ്ഞില്ലാത്തതിൽ. കാരണം എനിക്കിച്ചിരി അത്യാവശ്യം ബിസിയായിട്ട് ഞാൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേദന? ഭാര്യയ്ക്കുമല്ല, നാട്ടുകാർക്കാണ്. എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ആൾക്കാരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കും, വിശേഷം വല്ലതും? ആ ഒരു ചോദ്യം കേട്ട് 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 ഞാൻ പ്രാർത്ഥനയോടെ പറയട്ടെ, മരവിച്ചു പോയൊരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. ഞാൻ 2 കൈയെടുത്ത് തൊഴുതൊരു റിക്വസ്റ്റ് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ഈ അടുത്ത സമയത്ത് ഇന്തോനേഷ്യയിൽ ഒരു സംഭവം നടന്നു. ഞാനത് പറഞ്ഞിട്ട് പറയാം. ഒരുത്തൻ ഒലക്ക എടുത്ത്, മോത്തി വർക്കിയച്ചൻ പ്രസംഗിച്ചതാണ്, ഒരുത്തൻ ഒലക്ക എടുത്ത് ഒരുത്തൻ അടിച്ചു കൊന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? അയൽവാസിയാണ് ഈ മനുഷ്യൻ. അങ്ങോട്ട് പോയാലും ചോദിക്കും കല്യാണമൊന്നും ആയില്ലേ, ഇങ്ങോട്ട് വന്നാലും ചോദിക്കും കല്യാണമൊന്നും ആയില്ലേ. മടുത്തു. ഒരു ദിവസം ഒരു ഒലക്ക എടുത്തോണ്ട് ഒരൊറ്റ അടി. ഇനി ചോദിക്കല്ല അവൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എൻ്റെ ജീവിതം വെച്ചാൽ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരാൻറ്റി എൻ്റെ ഭാര്യ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഒന്നും ആയില്ല അല്ലേ? അപ്പം ഭാര്യ പറഞ്ഞു, ഒന്നും ആയില്ല. അടുത്തൊരു മ്യൂസിക്, ഓർഗനിലില്ലാത്തൊരു മ്യൂസിക് ഉണ്ട്, ആ സാധനം ഇട്ടു. അടുത്ത് വീണ്ടും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നിനെ ദത്തെടുത്തൂടെ? ഒരു രസം, അവർക്കൊരു രസമാണിത്. പ്രിയപ്പെട്ടവരെ, ആ ഞായറാഴ്ച എൻ്റെ വീട് മരണ വീടായിരുന്നു. അവൾ വീട്ടിൻ്റെ അകത്ത് വന്ന് നെഞ്ചിലിടിച്ച് വാ തുറന്ന് കരഞ്ഞു. ഞാൻ ഓടി വീട്ടിൽ വന്നു. പുറത്ത് നോക്കിയപ്പോൾ സഭയിലെ ജനങ്ങൾ നിൽപ്പുണ്ട്. ആൾക്കാർ വിചാരിക്കും ഞാൻ എടുത്തിട്ട് അടിച്ചിട്ടാണ്. പിന്നെ വൈറലായില്ലേ ഞാൻ? സുവിശേഷകനെ കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. പിന്നെ ഞാൻ ആരാ? പിന്നെ ഞാൻ പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരി, 4 മണി കഴിഞ്ഞിട്ട് വിളിച്ചോ, കാരണം അവരൊക്കെ പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചങ്ക് കലങ്ങിയ ഒരു നിമിഷമുണ്ട്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. കാശ് മുഴുവനും ഡോക്ടർമാർ ഞങ്ങൾക്ക് മക്കളുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നോ ഉണ്ടാകല്ലെന്ന് ആഗ്രഹിക്കുന്നോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവർ ആവശ്യത്തിലധികം കാശ് വാങ്ങിച്ചു. എല്ലാ കാശും തീർന്നു. അവസാനം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനി ഗവൺമെൻറ് ശരണം. അങ്ങനെ തൈക്കാട് ഹോസ്പിറ്റലിൽ പോയി. തൈക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് സാം ഡോക്ടർ, ഇന്ന് അനേകർക്ക് അദ്ദേഹം ദൈവമാണ്. കാരണം വളരെ സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരാൾ കാര്യങ്ങൾ. ഞാൻ ആ മനുഷ്യൻ്റെ മുൻപിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, ഒരു കുഞ്ഞുണ്ടാവാൻ എന്ത് ചെയ്യണം? കാരണം എനിക്ക് നാട്ടുകാരുടെ വാ അടപ്പിക്കണം.
അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾക്കും അറിയത്തില്ല. ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞ വാക്കാണ്, ഒത്തിരി പ്രൊസീജിയറുണ്ട്, IUI IVF ഒത്തിരി പ്രൊസീജിയറുണ്ട്, പക്ഷേ 2 ജീവൻ അണുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു ജീവൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഇന്നും മെഡിക്കൽ സയൻസിന് കഴിയുന്നില്ല. അതറിയാമായിരുന്നെങ്കിൽ ഞങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാവർക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളെ നിർബന്ധമായി നൽകിയേനെ. പറ്റുന്നില്ല. പ്രാർത്ഥിക്ക്, നമുക്ക് ശ്രമിക്കാം. അവസാനം ഒരു ഡിസംബർ മാസത്തിൻ്റെ മുൻപിലത്തെ മാസം, നവംബർ മാസം, പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. അവളെൻ്റെ വണ്ടിയിൽ കയറി, കാറിലാണ്, മുൻപിലിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എടി നീ എന്തിനാ കരയുന്നേ? ഒറ്റ വാക്ക്, ഡോക്ടർ പറഞ്ഞു നമുക്ക് കുഞ്ഞുണ്ടാകത്തില്ല. PRSൻ്റെ മുൻപിലെത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. വാഹനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ആ ബൈബിൾ ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, എടി നമ്മളൊക്കെ ദൈവത്തെ പ്രസംഗിക്കുന്നവരല്ലേ, ചുമ്മാ വാ കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാ. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ചോദിച്ചു, ഈ ദൈവത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് ആരാധിക്കാമോ? എടി നമുക്ക് ഉപവസിക്കാമോ? ഒരൊറ്റ മനുഷ്യൻ്റെ മുമ്പിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, തലേ കൈവെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ബൈബിളിലൊരു വാക്യമുണ്ട്, മൂക്കിൽ ശ്വാസമുള്ളവനെ നിങ്ങൾ വിശ്വസിക്കണേ, നിങ്ങൾ അനുഭവിക്കും. എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമോ? അവൾ പറഞ്ഞു, എനിക്ക് എത്രത്തോളം കഴിയുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ ഡിസംബർ മാസം ആറയ്യൂർ മിഷൻ ഹൗസിൻ്റെ അകത്ത് ഞങ്ങൾ 2 പേരും മുട്ടുമടക്കി. പ്രിയപ്പെട്ടവരെ, 2 പേരും മുട്ടുമടക്കി. ആ മാസത്തെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതം ഞാൻ പറയട്ടെ. ഇന്ന് മെഡിക്കൽ സയൻസ് എന്ത് പറഞ്ഞാലും, ഏത് നിരീശ്വരവാദി എനിക്കെതിരെ നിന്നാലും എനിക്ക് പറയാൻ കഴിയുന്നൊരു അത്ഭുതമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെ തമ്പുരാൻ ബോധ്യപ്പെടുത്തി. അതാണ് അത്ഭുതം. ഞാനൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോകുന്നു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ. ഒരു ആൻറ്റി ചോദിക്കുകയാണ്, സുവിശേഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു, ചോദിച്ചോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞു, അതങ്ങനെയല്ല, ഞാൻ അറിഞ്ഞതല്ല. എൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സംഭവം ഇതാണ്. ഞങ്ങൾ പോയി മാപ്പ് ചോദിച്ചു. സത്യമായി ദൈവാലയത്തിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾ പോയി മാപ്പ് ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തിരുവല്ലയിൽ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു കൺവെൻഷൻ ആ മാസത്തുണ്ടായിരുന്നു. ഞാനും അവളും കൂടെ ആ കൺവെൻഷന് പോയി. ഞാനങ്ങനെ അവസാനമൊന്നും തകർത്ത് പ്രാർത്ഥിക്കാറൊന്നുമില്ല. അതൊക്കെ ഒരു പോരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും. പക്ഷെ എങ്ങനെയോ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവം എനിക്ക് തന്ന കുഞ്ഞിനായി സ്തോത്രം. ആരാധനയിലിരുന്ന് അവളുടെ ഉദരത്തിൽ കൈവച്ച് ആരാധനയുടെ ഏതോ ഒരു സമയത്ത് പറഞ്ഞു, ദൈവം എനിക്ക് തന്ന കുഞ്ഞിനായി സ്തോത്രം. 2 പൊട്ടനും പൊട്ടിയും. കാരണം കൺസീവ് ആയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഡോക്ടർ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഡോക്ടർ അടുത്ത മാസം പുതിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകാൻ പറഞ്ഞ സമയത്ത് ഡോക്ടർ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു പ്രഗ്നൻസിയുടെ കാർഡും കൊണ്ടുപോകാൻ തമ്പുരാൻ എനിക്ക് ഗ്രേസ് നൽകി. അങ്ങനെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു, ഒരു മോളെ തന്നു. നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്താ, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, മോളെ തന്നു. അടുത്തൊരു മകനെ തന്നു. ഞാൻ എപ്പോഴും ദൈവാലയങ്ങളിൽ പോയി പറയും, ദൈവം എനിക്ക് മക്കളെ തരും. ഞാൻ വളരെ സന്തോഷത്തോടെ പറയും, ദൈവം എനിക്ക് മക്കളെ തരും. കാരണം ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, അവൻ തരും. ദൈവം 3ാമത് വീണ്ടും ഒരു മോളെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റൽ കാട്ടാക്കട മമലിലായിരുന്നു. അവളെ കാണാൻ പോയി പോകുന്ന സമയത്ത് 2 കൈ എടുത്ത് തൊഴുതിട്ട് പറഞ്ഞു, ഇനി സാക്ഷ്യം പറയരുത്, എനിക്കിനി വയ്യ. ഞാനീ പറഞ്ഞതേ, അവൻ നടത്തുന്ന വഴികൾ ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തിപ്പിടിച്ച് സാക്ഷ്യം പറയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് കഷ്ടതയില്ല എന്നല്ല, കണ്ണുനീരുകളില്ല എന്നല്ല, പ്രയാസങ്ങളില്ല എന്നല്ല. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ അറിയാം, ഞങ്ങളുടെ വീട്ടിൻ്റെ വിളക്ക് ഒരു ദിവസം രാവിലെ കൊഴിഞ്ഞുപോയി. ഒരമ്മ രാവിലെ എഴുന്നേറ്റിരുന്ന അമ്മ പെട്ടെന്ന് ഈ ലോകം വിട്ട് കടന്നുപോയി. വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, അസാധ്യങ്ങൾ അസാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഹൈ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരം പോലെ കാണരുത്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ 3 പ്രാവശ്യം സർജറിക്ക് വിധേയപ്പെടേണ്ടി വന്ന, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇൻസുലിൻ എടുത്ത് ജീവിക്കേണ്ടി വന്ന
ഒരു ഹൈ ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ 4 വർഷമായി ഒരു മെഡിസിനും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു മെഡിസിനും ഇല്ലാതെ. ഞാൻ വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നില്ല, ഡോക്ടർമാരെ വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ എനിക്കെൻ്റെ യേശുവിനെ അറിയാം. എനിക്കെൻ്റെ യേശുവിനെ അറിയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ യേശുവിൻ്റെ കയ്യിൽ നിന്ന് നീ പ്രാർത്ഥനയോടുകൂടെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാകണമെങ്കിൽ ഒരു സൂത്രവഴികളുമില്ല. പാസ്റ്ററെ, ബ്രദറെ, പ്രാർത്ഥീര്, ഉടായിപ്പുകളൊന്നും കേൾക്കുന്നവനല്ല എൻ്റെ ദൈവം. നീ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കേ. ദൈവസന്നിധി നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് എന്നെ കൺവെൻഷൻ സ്പോൺസർ ചെയ്തില്ലേ? ആ കുടുംബത്തിനും പറയാനുണ്ട് സാക്ഷ്യം. ദൈവം കൊടുത്ത അത്ഭുതമാണ് അവരുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവത്തെ വിട്ടിട്ട് നീ മാറിപ്പോകരുത്. ഈ ദൈവത്തെ കളഞ്ഞിട്ട് നീ മാറിപ്പോകരുത്. അറിഞ്ഞിട്ടും ഈ ദൈവത്തെ രുചിച്ചറിയാൻ കഴിയാത്തവരാകരുത്. കഴിഞ്ഞ ഈസ്റ്റ് കേരള മഹായിടവ കൺവെൻഷനിൽ ഒരു അവസരം കിട്ടി പ്രസംഗിക്കാൻ. മോത്തി വർക്കിയച്ചൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത് ഞാൻ താമസിച്ചു. ഒരു യോഗ്യതയും ഇല്ല, ഒരു ഉപദേശിയാണ് ഞാൻ. അച്ഛൻ പറഞ്ഞൊരു സാക്ഷിയുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു ഉപദേശിയാര്, ഇത് പെട്ടെന്ന് പറയാൻ തോന്നിയോണ്ട് പറയുകയാണ്. ഒരു ഉപദേശിയാര് സത്യം പറഞ്ഞാൽ ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്തൊരു ഉപദേശിയാര്. വീട്ടിൽ ആര് വന്നാലും അവനില്ലെങ്കിലും ആഹാരം കൊടുക്കും. നമ്മളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ മണ്ടൻ. പള്ളിയിൽ കാണിക്കയിടും, മുഴുത്ത കാശിടും. അപ്പോൾ ഒരിക്കൽ ഈ മോത്തി വർക്കി അച്ഛൻ ഈ സുവിശേഷകരുടെ അടുത്ത് പറഞ്ഞു പോലും, സുവിശേഷകരെ 2 പെൺമക്കളാ, നിങ്ങളിങ്ങനെ കാശ് വിട്ട് വരുന്നവനും പോണവനും ആഹാരം കൊടുത്തോണ്ടെന്നാൽ ഈ പിള്ളേരെ ആര് നോക്കും? ഈ സുവിശേഷകർ എടുത്തു വെച്ചൊരു കാര്യം പറഞ്ഞു, അച്ഛാ ദൈവം കരുതും. പൊട്ടനായ സുവിശേഷകർ, മന്ദബുദ്ധിയായ സുവിശേഷകർ. മോത്തി വർക്കി അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. സറാംപൂറിൻ്റെ സിലബസിൽ ദൈവം കരുതുമെന്നൊരു ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ വിശ്വസിച്ചില്ലെന്നാണ്. അങ്ങനെ ഒരു ചാപ്റ്റർ അതിൻ്റെ അകത്തില്ല, അതുകൊണ്ട് അച്ഛൻ വിശ്വസിച്ചില്ല. കാലങ്ങൾ കടന്നുപോയി. അച്ഛൻ ദുബായിലിരിക്കുകയാണ്. ദുബായിലിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നാട്ടിൽ നിന്നൊരു കോള്, ഈ ഉപദേശിയാർ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം അപ്പോൾ അവിടെ ഒരു ഭവനത്തിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അച്ഛാ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അച്ഛനെ വിളിക്കാൻ തോന്നി. എന്നാത്തിനാ? അച്ഛാ എൻ്റെ 2 മക്കൾക്ക് ഒരു അഡ്മിഷൻ, ഞാൻ കോളേജിൻ്റെ പേര് ഓർക്കുന്നില്ല, ഒരു മുന്തിയ ഇനം കോളേജിലാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് അച്ഛനെ വിളിക്കാനാ. അച്ഛൻ വിചാരിച്ചാൽ നടക്കും. അച്ഛൻ പറഞ്ഞു, ഞാൻ വിചാരിക്കാം, പക്ഷെ നടക്കത്തില്ല, കാരണം എനിക്ക് പരിചയമില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛൻ, ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛൻ പറയുന്നു, ഓക്കെ, എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ സത്യസന്ധമായിട്ട് സുവിശേഷം പറയുന്ന ആളല്ലേ, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ആ കോളേജോട്ട് ഒരു പരിചയമില്ലെന്നേ, ഒരു പരിചയമില്ല. ഫോൺ കട്ട് ചെയ്ത സമയത്ത് ആ വീട്ടിൻ്റെ ഉടമസ്ഥ ഇദ്ദേഹത്തെ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ഒരു കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ? ആ പറഞ്ഞു. അവിടെ അഡ്മിഷൻ്റെ കാര്യം എന്ത് പറഞ്ഞല്ലോ? ആ പറഞ്ഞു. ആർക്കാ അച്ഛാ? ആ ഒരു ഉപദേശിയാരാ മക്കൾക്കാ. എത്ര പേർക്കാ? 2 പിള്ളേരാ. സ്കോളർഷിപ്പോടെ ആ മക്കൾ ആ കോളേജിൽ പഠിച്ചു. ഇന്ന് വിദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബത്തെ മോത്തി വർക്കി അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതിനെ നിസ്സാരം പോലെ കാണരുത്. ഇതിനെ ചുമന്നവനെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നടത്തും, നീ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചിട്ട് തമ്പുരാനേ എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിച്ചു നോക്ക്. മാറത്തില്ല എന്ന് പറയുന്ന കല്ല് മാറും. ഇനി മാറിയില്ലെങ്കിലും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. നമുക്കൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, പക്ഷേ
ആരുടെ മുൻപിലും അവൻ തല കുനിക്കാൻ നമ്മെ അനുവദിക്കത്തേയില്ല. ഞാൻ ഈ വചനം പറയുമ്പോൾ ചില കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടേ. ഒരു ഭാഗത്ത് കണ്ണ് നിറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല, എനിക്കും കരച്ചിൽ വരും. അത് ചില വിഷമങ്ങളാണ്. തലകുനിക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. ഒരേ ഒരു ജീവിതമാണ് എനിക്കും നിനക്കുമുള്ളതെങ്കിൽ ഒരു വിശുദ്ധീകരണം പ്രാപിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നോക്ക്. അവൻ നടത്തും, അവൻ നിറത്തും, അവൻ ശക്തൻ, അവൻ ശക്തൻ. അവനെ അനുഭവിച്ചറിയണം. പൊട്ടനെ പോലെ ഞാൻ വിളിച്ചു പറയും, എൻ്റെ അനുഭവങ്ങളാണ് പറയിപ്പിക്കുന്നത്. ഒരു ദിവസം പോലും ഇൻസുലിൻ മാറ്റിവെച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച എൻ്റെ അനുഭവമാണ് പറയുന്നത്. സാധാരണ ഞാൻ ഈ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആരാധന കഴിഞ്ഞ ഉടനെ ഓടും, ഇൻസുലിൻ എടുത്ത് കുത്തിക്കയറ്റും. അവൻ ജീവിക്കുന്നു. ഹൃദയത്തെ, ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് നിന്നെ വേണം. ദൈവം ഒരു അവസരം കൂടെ തന്നു കേട്ടോ, ഒരു അവസരം കൂടെ. 2025 58ാമത് സഭാദിനാഘോഷം. ഹൃദയത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് സ്വഭാവം മാറണം. ഇപ്പം നിന്റെ യാത്ര ശരിയല്ല. അപ്പനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്ക്, അമ്മയ്ക്കൊക്കെ ഒരു ഉമ്മ കൊടുക്ക്. കഴിഞ്ഞ അയ്യപ്പൻ കോവിലിൽ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു കാര്യം, കൺവെൻഷൻ കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു ആൻറ്റി ഓടി വന്നിട്ട് പറയാണ്, 15 വർഷമായി ഞങ്ങൾ പിണങ്ങിയിരുന്നു, ഒന്നും വേണ്ട അച്ഛാ, ഞാൻ അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ബാക്കി കർത്താവ് നോക്കിക്കൊള്ളും. നീ നിന്റെ ജീവിതത്തെ തിരുത്താൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥിക്കാമോ? ഓക്കെ, സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ വചനം കേട്ടതിൽ. 3 ദിവസത്തെ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥനയായിരുന്നു. 2ാമത്തെ ദിവസം ഞാനൊരു 6 ട്രാപ്പുകളെ പറഞ്ഞല്ലേ? ഉണ്ടായിരുന്നോ മക്കളെ? ഇല്ല, ഉണ്ടായിരുന്നോ? ഉണ്ട്. 6 ട്രാപ്സ്. ഒന്ന്, ദ ട്രാപ്പ് ഓഫ് സേഫ്റ്റി, ദ ട്രാപ്പ് ഓഫ് ഗിഫ്റ്റ്, ദ ട്രാപ്പ് ഓഫ് എൻകറേജ്മെന്റ്, ദ ട്രാപ്പ് ഓഫ് ഡ്രഗ്സ്, ദ ട്രാപ്പ് ഓഫ് വെപ്പൺ, ബ്ലാസ്റ്റ് ചെയ്യും. ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സ്വയം വിശുദ്ധീകരണം പ്രാപിക്കുക. അഹങ്കാരങ്ങളൊക്കെ കുറച്ച് കളാം. കർത്താവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിക്കുക, പ്രാർത്ഥിക്കുക. ഇതിനെ ചേർത്ത് പിടിക്കണം കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇതിനെ സത്യസന്ധമായി പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഒരാളെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ, സത്യം പറയട്ടെ, എനിക്കിവിടെ നിൽക്കാൻ ഇന്ന് വയ്യ. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു വരിക, കാരണം രാവിലെ തുടങ്ങിയ പരിപാടി, റെസ്റ്റില്ലായിരുന്നേ. ഒരാളെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ സക്സസ് ആയി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആരെങ്കിലും 2-3 പേര് ഇന്ന് സുവിശേഷകരെൻ്റെ പറഞ്ഞു, അദ്ദേഹത്തിനും സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സമയത്ത് അവിടെ ഞാൻ പ്രസംഗിച്ച കാര്യവും ഞങ്ങൾ സംഭാഷണം നടത്തിയ കാര്യവും, ഞാനല്ല അദ്ദേഹത്തെ ഇറക്കിയത്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. ഞങ്ങളുണ്ട് കൂടെ. ഞാൻ വീഴുന്ന സമയത്ത് സുവിശേഷകരെ പോലെയുള്ള ആൾക്കാർ ജ്വലിക്കും. സുവിശേഷകർ വീഴുന്ന സമയത്ത് അടുത്ത ജനറേഷൻ ജ്വലിക്കും. ഇങ്ങനെ കർത്താവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സുവിശേഷകരെ എന്നെ ഓർമ്മിപ്പിച്ച ഒരു പഴയ പാട്ടുണ്ട്, ഞാനതൊന്ന് പാടാം. ആർക്കെങ്കിലും ക്ഷീണമുണ്ടോ? ഞാനിതൊക്കെ ഈ കൺവെൻഷനിൽ പറഞ്ഞിട്ട് കാലങ്ങളായി. ക്ഷീണമുണ്ടോ? ക്ഷീണമുള്ളവർ കൈവൊക്കെ. സത്യം പറയണം, ക്ഷീണമുള്ള ഒരാളുണ്ട് അല്ലേ? ക്ഷീണമുണ്ടോ? ഉണ്ട് ഇല്ലേ? ആർക്കും ക്ഷീണമില്ല? ക്ഷീണമില്ലെങ്കിൽ ഞാൻ ഈ പാട്ട് പാടുന്നില്ല. ക്ഷീണം ഉണ്ടെങ്കിലേ പാടുന്നു. ക്ഷീണമുണ്ടോ? ഈ മധുരയുടെ മധുര ഗായകൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. വയസ്സ് 84. ഇദ്ദേഹമാണ് എന്നെ ഇന്ന് ഓർമ്മിച്ച ആ പാട്ട്. കാലൊക്കെ നീരടിച്ച് കിഡ്നിക്കും ശരീരത്തിനെല്ലാം ഡാമേജൊക്കെ വന്നെങ്കിലും രാവിലെ എഴുന്നേൽക്കും, ബൈബിൾ എടുക്കും, ഓടും. പ്രസംഗിക്കണം, പ്രാർത്ഥിക്കണം, 10 വീട്ടിൽ കയറി പ്രാർത്ഥിക്കണം. ഈ പണ്ടത്തെ ഉപദേശിമാർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഉപദേശിമാർക്ക് ആ അസുഖം കുറഞ്ഞു വരികയാണ്. ഭയങ്കര ഓട്ടം, ഓടി ഓടി പ്രാർത്ഥന. ആൾക്കാരെ എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കും.
അപ്പം ഇവൻ്റെ ശിഷ്യന്മാർ, ഈ അപ്പച്ചൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വയസ്സായിട്ട് ഇതെങ്ങനെ ഓടാൻ പറ്റുന്നു? അപ്പോൾ പറഞ്ഞു, ഞാനൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എത്ര വയസ്സായാണെങ്കിലും എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റും, ഒരു ചെറിയ മെഡിസിൻ. അപ്പോൾ ആർക്കെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ ഈ മെഡിസിൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല, അപ്ലൈ ചെയ്യാം. അപ്പോൾ ചോദിച്ചു, മെഡിസിൻ പറ. അത് ചെറിയൊരു കൂട്ടാണ്, ഈ ആയുർവേദ കൂട്ട് പോലെ ചെറിയൊരു കൂട്ട്. നിങ്ങൾക്ക് വേണോ? അത് ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിൽക്കണം, നിൽപ്പോ നോക്ക്, സർവേ കല്ലുകൾ നിൽക്കും പോലെ. ശിഷ്യന്മാരിങ്ങനെ എഴുതിയെടുക്കാൻ കണക്കാക്കി നിൽക്കുക. അപ്പോഴാണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന 3 മെഡിസിൻ. 1, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ധാരാളം സമയം വരും. ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധ്യാനിച്ചും കർത്താവേ നീയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് മാനിച്ചും അവനെ മാത്രം സേവിച്ചും പോയാൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. കരങ്ങളടിച്ചു പാടാമോ ഈ പാട്ട്? എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, എന്നെ നേടിയ സന്തോഷമോർത്തതാൽ. ഒരു സെക്കൻഡ്, നമുക്കിങ്ങനെ അടിക്കാം. നമുക്കത് അടിക്കാതിരിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നെ നേടിയ ഒരു മാതിരി ആക്കരുത്, നന്നായിട്ട് ഉറച്ച് സന്തോഷത്തോടെ. നമുക്ക് വേറെ ഇതിൽ കൂടെ പരിശുദ്ധാത്മാ വരുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ സഭയല്ലേ, 58 വർഷം ദൈവം നമ്മളെ നടത്തിയില്ലേ? ഓക്കെ, സന്തോഷത്തോടെ അങ്ങനെയെങ്കിൽ ഇങ്ങനെ നിൽക്കുക, അന്തസ്സായിട്ട് അങ്ങനെ നിൽക്കുന്ന നോക്കി നോക്കാം. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കുഴപ്പമില്ല, നമ്മൾ ആരും ഒന്നും പറയത്തില്ല. ഒരുമാതിരി ആക്കാതെ ഒന്നേ അടിക്ക്. ഒന്നെങ്കിൽ നീ ഷീറവാൻ, അല്ലെങ്കിൽ നീ മിക്കവാറും നിങ്ങൾ എല്ലാവരും അടിക്കാതെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 1 2 3 4. എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു പാതയിൽ. ഒരു ചോദ്യം മാത്രം ചോദിച്ച് നിർത്തട്ടെ. ഈ വചനത്തെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും തയ്യാറാണോ? വയസ്സായ ആരും പ്രതികരിച്ചില്ലെങ്കിലും യുവാക്കളെ, യുവതികളെ, ജീവിക്കുന്ന ഈ യേശുവിനെ നിനക്ക് സ്വീകരിക്കാൻ, ഈ സത്യസന്ധമായ സുവിശേഷത്തെ ക്യാമ്പസുകളിലും നിന്റെ സൗഹൃദങ്ങളിലും നിന്റെ ജീവിതത്തിലും പറയാൻ നീ ഒരുക്കമാണോ? കാഞ്ഞിരത്തോട്ടം സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല യുവജന പ്രസ്ഥാനം ഈ സഭയ്ക്കുണ്ട്.
ഈ യേശുവിന് വേണ്ടി നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഒത്തിരി യുവതിയുവാക്കളെ നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി മക്കളെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പനെയും അമ്മയെയും അനുസരിക്കാതെ മാറി നിൽക്കുന്ന ഒത്തിരി മക്കളെ, ലഹരിയിൽ വീണുപോയ മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ചോദ്യം ഇതാണ്, ഈ ത്യാഗം ഏറ്റെടുക്കാൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും യുവാക്കൾക്ക്, യുവതികൾക്ക് താല്പര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു ക്ലബിലെ പരിപാടിയായിട്ട് കാണരുത്. സഭ നടത്തുന്ന ഒരു ഷോ ആയിട്ട് കാണരുത്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിനെ ഉറക്കെ പറയാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? മക്കളെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ഹൃദയത്തിൽ സമർപ്പിച്ചാട്ടെ. സ്വയം സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ സ്വയം സമർപ്പിച്ചാട്ടെ. കാരണം എൻ്റെ മിടുക്കുകൊണ്ട് എനിക്കൊരാത്മാക്കളെയും നേടാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിൽക്കുന്നെങ്കിൽ നടക്കുന്നെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ ഗ്രേസാണ്. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. സമയം നോക്കരുതേ. കൺവെൻഷൻ ദിവസത്തിൻ്റെ സമാപന ദിവസത്തിൽ എന്നെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ രുചിച്ചറിയാൻ ദൈവം ഈ ഭാഗ്യം നമുക്ക് തന്നിരിക്കുമ്പോൾ എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, നീ എന്നിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പ്രസംഗിക്കണോ? ഞാൻ പ്രവർത്തിക്കണോ? ഞാൻ പ്രാർത്ഥിക്കണോ? ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കണോ? നീ വഴി തുറക്ക്, നീ സ്പർശിക്ക്, നീ വിടുവിക്ക്, സമർപ്പിച്ചു കൊടുക്ക്. നിങ്ങൾ തീരുമാനമെടുക്കട്ടെ. തീരുമാനം ദൈവത്തിൻ്റെതാണ്. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ദൈവത്തോട് ചോദിച്ചേ, കർത്താവേ, ഈ സുവിശേഷം പറയുന്നൊരു വ്യക്തിയായി, മഗ്ദലന മറിയത്തെ പോലെ ജീവിതം കൊണ്ട് സുവിശേഷം പറയുന്നൊരു വ്യക്തിയായി തീരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കെല്ലാ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവേ, ഈ ദേശത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, സാധാരണക്കാരിലും സാധാരണക്കാരായ മക്കൾ, കർത്താവെ, പലപ്പോഴും വേദനിക്കുന്ന മക്കൾ, ജീവിതത്തിൽ ഭാരങ്ങൾ കൊണ്ട് വിങ്ങിപ്പൊട്ടിയ അനുഭവങ്ങൾ, മനുഷ്യരാരും മനസ്സിലാക്കാനില്ലാതെ ജീവിതത്തിൽ തളർന്നുപോയ അവസ്ഥകൾ, അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ ഒരു ജനസമൂഹത്തെ ദൈവം സൃഷ്ടിച്ചതിനായി സ്തോത്രം, 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 സ്തോത്രം. അപ്പ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസം കർത്താവെ, നീ തന്നതല്ലാതെ അടിയൻ ഇവിടെ വിതറിയിട്ടില്ല. പിതാവേ, നീ നൽകിയതല്ലാതെ അടിയൻ ഒന്നും വിതറിയിട്ടില്ല. അടിയൻ ഈ സഭയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന വചനം എടുക്കാൻ പോലും നീ അനുവദിച്ചില്ല എന്ന് അടിയൻ അറിയാം. കർത്താവെ, അത് ഡയറിക്കകത്ത് തന്നെ അടിയൻ സൂക്ഷിക്കുമ്പോൾ ഈ ദേശത്തോട് പറയേണ്ട ആലോചന മാത്രം നീ പറഞ്ഞു എന്ന് അടിയൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ. അത് ജനത്തിൻ്റെ നന്മയായി പരിണമിക്കട്ടെ. ജനത്തിൻ്റെ മേൽ ഒരു കുറ്റവുമില്ലാതെ വണ്ണം അത് ദൈവം പ്രവർത്തിക്കുന്ന ഇടമായി മാറട്ടെ. ഇവർ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ സുവിശേഷിക്കട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാൻ നിന്റെ മക്കളെ നീ ശക്തമാക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഇന്നു മുതൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരട്ടപ്പാ. ഞങ്ങളുടെ സഭയിൽ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകൾ ഉയരട്ടെ പിതാവേ. 2025 ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന മക്കളുടെ മുൻപിൽ മുട്ടുകളെ മടക്കി കരയുന്ന ഒരു സമൂഹത്തെ തമ്പുരാനെ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനായി സ്തോത്രം. അച്ഛൻ്റെ കുടുംബം തന്നെ ഒരു സുവിശേഷ കുടുംബമാണല്ലോ. തമ്പുരാനെ നീ മാനിക്കണമേ. ആരുടെയൊക്കെ മേൽ കരങ്ങൾ വയ്ക്കുന്നുവോ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ വ്യാപരിക്കണമേ. ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന ശുശ്രൂഷകനായി സ്തോത്രം. കർത്താവ്, അനേകം മക്കളെ യേശുവിൻ്റെ പാതയിലേക്ക് ആനയിക്കുന്ന ഒരു വലിയ സുവിശേഷ പ്രവർത്തകനാക്കി ദൈവം ഉയർത്തണമേ. ഗായിക സംഘങ്ങളെ ശക്തീകരിക്കണമേ. ഇവർ ദൈവത്തിന് വേണ്ടി പാടാൻ ദൈവം കൃപ നൽകണമേ. കൺവെൻഷനെ സ്പോൺസർ ചെയ്ത കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സജുവിനായി, പ്രിയ മകൾക്കായി, കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സംരക്ഷിക്കണമേ. ഗായിക സംഘത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലുണ്ടാകണമേ. പ്രത്യേകിച്ചും കർത്താവെ, ഇന്ന് ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ച പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ചും കപ്പ്യാർക്കായി, സഭാ സെക്രട്ടറിക്കായി, കമ്മിറ്റി അംഗങ്ങൾക്കായി, എല്ലാ കുടുംബാംഗങ്ങൾക്കായി, ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചവർക്കായി, ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായും സഭ ഈ നിമിഷം ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ശബ്ദപരിധിക്കുള്ളിൽ
ഈ ശബ്ദപരിധിക്കുള്ളിൽ നാനാജാതി മനസ്ഥർ ഈ വചനം കേട്ടു, യേശുവിനെ കേട്ടു, യേശു ആരെന്ന് കേട്ടു, യേശുവിൻ്റെ അത്ഭുതങ്ങളെ കേട്ടു. എന്നിട്ട് അവരിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്, ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിലെന്ന്. ഈ നിമിഷം കർത്താവെ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാനാജാതി മനസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ഈ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കും. ബന്ധനങ്ങൾ അഴിയട്ടെ, ആന്തരിക അവയവങ്ങൾ, ബാഹ്യ അവയവങ്ങൾ ബലപ്പെടട്ടെ. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും രോഗികളായി കടന്നു വന്നിരിക്കുന്നെങ്കിൽ, രോഗം ബാധിച്ചിരിക്കുന്ന ശരീരഭാഗത്ത് നിന്റെ കരമെടുത്തു വയ്ക്ക്. ദൈവം അതിലൂടെ പ്രവർത്തിക്കട്ടെ. നാളത്തെ ദിവസം അടിയൻ്റെ സഭയിലും സഭാദിനമാണപ്പാ, ഇവിടെയും സഭാദിനമാണ് പിതാവേ. എല്ലാം ഉചിതമായി ക്രമീകരിക്കപ്പെടാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് ഏറ്റെടുക്കണമേ, വീണുപോകാതെ കരുതണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയാവുകയും ആണിപ്പഴുതേറ്റ കർത്താവ് ഞങ്ങൾ ആശീർവദിക്കുകയും ചെയ്യണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ സ്ഥലത്തോടും പ്രാർത്ഥനകളോടും എപ്പോഴും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. നമ്മെ സഹായിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ,